देव सवितर्दुरितानि परासुव यद्भद्रं तन्न आसुव। ॐ यं मेधां देवगणा नितरश्चोपासते तयामाद्यमेधयाग्ने मेधाविनं कुरु। കാശ്യപാശ്രമത്തിൽ വേദങ്ങളിലൂടെ ഹിന്ദു ധർമ്മ പഠനം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഉള്ള 11ാമത് ബാച്ച് ഉദ്ഘാടനം വിളക്ക് കൊളുത്തിക്കൊണ്ട് ഇതിനകം നിർവഹിച്ചു കഴിഞ്ഞു. ഇവിടെ സ്വാഗതത്തിനെത്തിയിരിക്കുന്ന ശ്രീ പവിത്രൻ, അതേപോലെ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനായ ശ്രീ VP ബാലകൃഷ്ണൻ, അതേപോലെ ആശംസ നേരുന്ന ശ്രീ K ശശിധരൻ, അതേപോലെ നമസ്കാരം പറയുന്നതിനെത്തിയിട്ടുള്ള J നിഷിത് രാജ്, ആദരണീയനായ മറ്റ് ബാലകൃഷ്ണൻ, അരുൺ, വിപിൻ, വിവേക്, എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള മറ്റെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസം. കാരണം കഴിഞ്ഞ 10 വർഷം മുമ്പ് 11 വർഷമായി നടത്തുകൊണ്ടിരിക്കുന്ന ഈ വേദ പ്രചാരണ പദ്ധതി സാധാരണ ജനങ്ങളിൽ ധാരാളമായി എത്തിയെന്നും അനേകായിരം ആളുകൾ ഹിന്ദുധർമ്മത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്ന മഹാഭാരതത്തിലായാലും അതേപോലെ രാമായണത്തിലായാലും ഉപനിഷത്തുക്കളിലായാലും ദർശനങ്ങളിലായാലും പറയുന്ന സനാതന ധർമ്മത്തിൻ്റെ ആചാരങ്ങൾ, പഞ്ചമഹായജ്ഞങ്ങൾ സ്വായത്തമാക്കുന്നതിനു വേണ്ടി കഴിഞ്ഞു എന്നത്, അതിന് കാശ്യപാശ്രമം വേദിയായി എന്നത് അതിൻ്റെ ഒരു പരിസ്ഫൂർത്തീകരണം എന്നോണം ഏതാണ്ട് വലിയ വിശാലമായ അർത്ഥത്തിൽ വേദങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ മുതിർന്ന ആളുകൾ വരെ പഠിപ്പിക്കുന്നതിനുള്ള ഗുരുകുല സംവിധാനത്തിനുള്ള പദ്ധതിക്കുള്ള അടിത്തറ ശിലാന്യാസം ചെയ്തുകൊണ്ടാണ് മിനിയാന്നത് ചെയ്തുകൊണ്ടാണ് ഇന്ന് പുതിയ ക്ലാസ്സിന് വേണ്ടി സംസാരിക്കാൻ ഞാനിവിടെ നിൽക്കുന്നത് എന്നത് എനിക്ക് വളരെയേറെ സന്തോഷജനകമായ ഒരു കാര്യം. ഒരു കാലത്ത് കാശ്യപാശ്രമത്തിന്റെ പ്രവർത്തനം, കാശ്യപാശ്രമം ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ 5ഓ 8ഓ പേര് നടത്തുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയുടെ അന്നത്തെയും ഇന്നത്തെയും പ്രധാന വിഷയമായിരുന്നത്, അതിൻ്റെ വിജയത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഉപാസകന്മാരും സാധകന്മാരുമാകണം എന്ന ആ പ്രാചീന ഋഷിയുടെ കാഴ്ചപ്പാട് അതേപടി നടപ്പിലാക്കിയവരാണ് ഇതിൻ്റെ സംഘാടകർ എന്നത്. ഞാൻ ഒറ്റയ്ക്കുമല്ല ഈ പ്രയത്നം നടത്തി. ഞാൻ അതിന് ഒരു മുൻകൈ എടുത്തു എന്നത് ശരിയാണെങ്കിലും എൻ്റെ കൂടെയുള്ള നിരവധി ആളുകളുടേതാണ് ഈ വിജയത്തിന്റെ എല്ലാ അവകാശങ്ങളും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയട്ടെ. കാരണം എൻ്റെ മാത്രമായ ഒരു വിജയമല്ല, അതിൽ എത്രയോ പേർ അതിൽ പങ്കാളികളാണ്. ആ പങ്കാളിത്തത്തിന്റെ ഫലമാണ് ഇന്ന് ഒരു ഗോശാല, അതേപോലെ വിസ്തൃതമായ 1500 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയം, ഉപരി ധ്യാനിക്കാനും പഠിക്കാനും ഹോമം ചെയ്യാനുമുള്ള ഈ വലിയ യജ്ഞമണ്ഡപം, കുടീരങ്ങൾ എന്നിവ ഒരു പുഴയുടെ തീരത്താണ് ഉണ്ടാകുന്നത്, ഗോശാല ഉൾപ്പെടെ. അപ്പൊ അതിനുള്ള പദ്ധതികളുമായി കാശ്യപാശ്രമം മുന്നോട്ട് പോയി. ഇന്നലെ ശിലാന്യാസം നടത്തി. ഞങ്ങൾ ആരും വെറുതെ ഇരുന്നില്ല. ഇന്ന് മുതൽ പണി തുടങ്ങി. ആഗസ്റ്റ് 15, അടുത്ത വർഷം ആഗസ്റ്റ് 15-ന് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് കാശ്യപാശ്രമത്തിന്റെ തീരുമാനം. കാരണം സനാതന ധർമ്മത്തിന്റെ പ്രവർത്തനം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും അതിന് ഭഗവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഭഗവാൻ ഞങ്ങളോട് ആ പണി ചെയ്യാൻ പറഞ്ഞു. അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. കാരണം
ഭഗവാന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ വാണി വേദങ്ങളാണ്. വേദങ്ങളാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത്. 11 വർഷം മുമ്പ് ഞാൻ ഇതേപോലെ ഒരു പ്രഭാഷണത്തില് ഞാൻ ചോദിച്ചു, ഞാൻ എൻ്റെ ഈ സനാതന ധർമ്മ പഠന പദ്ധതി തുടങ്ങാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഇതുവരെ അത് പുറത്തു പറയാത്ത ഒരു കാര്യമാണ്. ഇന്ന് ഈ 11ാം ബാച്ചിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഞാൻ അത് തുറന്നു പറയാം. ഞാനിങ്ങനെ പ്രഭാഷണത്തിന് പോകും, പലരും എന്നെ പ്രഭാഷണത്തിന് വിളിക്കും. ഞാൻ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രഭാഷണം നടത്താൻ പോകും. അങ്ങനെ ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് പ്രഭാഷണം നടത്തുന്നത് അമ്പല കമ്മിറ്റിക്കാരുടെ സന്തോഷത്തിന് വേണ്ടിയോ അവർക്ക് മറ്റ് കലാപരിപാടികൾക്കിടയിൽ ഞങ്ങൾക്കൊരു ആധ്യാത്മിക പ്രഭാഷണവും ഉണ്ട് എന്ന് പറയാനോ വേണ്ടിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഉത്സാഹമൊന്നും തിരിച്ച് ഇങ്ങോട്ട് വിടാൻ അവർക്കുണ്ടാവില്ല. എത്രയോ ദിവസം ഞാൻ അങ്ങ് നാദാപുരം പോലുള്ള സ്ഥലങ്ങളിൽ പോയി പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ അവരെന്നെ ഈ കൊപ്ര കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്ന ലോറിക്ക് മുകളിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനി ഇന്ന് വേറെ വണ്ടി തരാം, നിങ്ങൾ ഇതിലങ്ങ് പോകുമല്ലോ അല്ലേ എന്ന് ചോദിച്ച് എന്നെ വിട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം അത് ചെയ്തത് സനാതന ധർമ്മത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി. അപ്പോ അന്ന് ഞാൻ കണ്ട ഒരു കാഴ്ച, ഞാനിങ്ങനെ പ്രഭാഷണം നടത്തുന്നു, എന്റെ മുമ്പിലുള്ള 10-25 ആൾ കിടന്നുറങ്ങുന്നു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ബോധ്യപ്പെട്ടു. അതായത് എന്റെ പ്രഭാഷണം വളരെ വിരസമാണ്. ഈ വിരസമായ പ്രഭാഷണം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ പതുക്കെ എന്റെ പ്രഭാഷണ പരിപാടി നിർത്തി. എന്നെ ആര് പ്രഭാഷണത്തിന് വിളിച്ചാലും ഞാൻ പറയും, ഞാൻ ആ പരിപാടി ഒരു പരാജയം, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഇത് ഞാൻ തീരുമാനമെടുത്തു. അതിനെ തുടർന്ന് ഞാൻ മറ്റുള്ളവരുടെ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ആ പ്രഭാഷണങ്ങൾക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു സംഗതി, എന്റെ പ്രഭാഷണത്തിന് 10-25 ആളെ ഉറങ്ങിയിട്ടുള്ളൂ എങ്കിൽ മറ്റുള്ളവരുടെ പലരുടെയും പ്രഭാഷണത്തിന് 80% ആളുകൾ ഉറങ്ങുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി. പ്രഭാഷണത്തെക്കാൾ ശക്തമായ ഉച്ചത്തിലാണ് ആളുകൾ കൂട്ടം വലിക്കുന്നത് തൊട്ടടുത്തുനിന്ന്. അപ്പൊ അതിനൊരു മൈക്ക് കൊടുക്കേണ്ട പണിയായിരുന്നു. അപ്പൊ നമ്മൾ പണ്ടുള്ള ആളുകൾ പറയും, ഈ CWRD എന്ന് പറഞ്ഞിട്ട് ബസ്സിന്റെ സർവീസ് ഉണ്ടായിരുന്നത്രേ, അങ്ങനെ ബസ് സർവീസ് ഉണ്ടായിരുന്നത്രേ. അത് വയനാട്ടിലേക്ക് പോകുമ്പോ ആ ചുരം കയറുമ്പോൾ ഒരു പ്രത്യേക ഒച്ച ഉണ്ടാവത്രേ. ആ ഒച്ചയാണ് ഈ കൂർക്കം വലിക്കുന്ന ആരോ പറഞ്ഞും കൊണ്ടു പ്രഭാഷണത്തിന് പോയപ്പോ. അപ്പൊ ഒരു കാര്യം എനിക്ക് ബോധ്യമായി, ഈ പ്രഭാഷണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇപ്പൊ സനാതന ധർമ്മത്തിൽ നടക്കുന്നില്ല. ഒരാൾ പ്രഭാഷണം നടത്തി, നേരെ ഘടകവിരുദ്ധമായ മറ്റൊരാൾ പ്രഭാഷണം നടത്തും. ഇതിൽ ഏതാണ് ശരി എന്നറിഞ്ഞുകൂടാത്ത ഒരു പ്രയാസത്തിലാണ് സനാതന ധർമാനുയായികൾ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഒരാൾ പറയുന്നു ഇതാണ് ശരി, മറ്റൊരാൾ പറയുന്നു അതല്ല ഇതാണ് ശരി. സാധാരണ ജനങ്ങൾ ശരിക്കും പ്രയാസത്തിലാവും, ഏതാണ് ശരി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ സനാതന ധർമാനുയായികളോട് ചോദിക്കും, ഖുർആൻ ആർക്ക് കിട്ടിയ ഗ്രന്ഥമാണ്? അപ്പൊ അത് ഉടനെ മറുപടി പറയും, അത് മുഹമ്മദ് നബിക്ക് കിട്ടിയതാണ്. ബൈബിൾ ആരുടെയാണ് ചോദിച്ചാൽ ഉടനെ അവർ പറയും ക്രിസ്തുവിന്റെയാണ്. ഞാൻ ചോദിക്കാറുണ്ട്, അപ്പൊ ഋഗ്വേദം ആരുടെയാണ്? യജുർവേദം ആരുടെയാണ്? സാമവേദമോ? ഞങ്ങൾ കണ്ടിട്ടില്ല. അഥർവവേദം അതൊരു മന്ത്രവാദമാണെന്ന് ഞാൻ സിനിമ കണ്ട് മനസ്സിലാക്കി. നമ്മളുടെ അറിവുകൾ അത്രയും വാസ്തവത്തിൽ ഇങ്ങനെയാണ് പോകുന്നത്. അത് ഞാൻ മനസ്സിലാക്കി. അപ്പോ അഗ്നി ഋഷിയുടെയാണ് ഋഗ്വേദം, യജുർവേദം വായു ഋഷിയുടെയാണ്, സാമവേദം ആദിത്യ ഋഷിയുടെയാണ്, അഥർവവേദം അങ്കിരസ് ഋഷിയുടെയാണ്. ഇങ്ങനെയൊന്നും പറയാൻ നമുക്ക് പറ്റുന്നു. അത് മാത്രവുമല്ല, നിങ്ങൾ ബൈബിള് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആളുകൾ പറയുന്നു എന്റെ വീട്ടിൽ ബൈബിൾ ഉണ്ട്. ഖുർആൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വേദം കണ്ടിട്ടുണ്ടോ? സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം അഥവാ അടിത്തറ എന്ന് പറയുന്നത് വേദങ്ങളാണ് എന്ന്
എല്ലാ സനാതന ധർമ്മ ഗ്രന്ഥങ്ങളിലും എഴുതിയിട്ടുണ്ട്. എല്ലാ സനാതന ധർമ്മ ഗ്രന്ഥങ്ങളിലും ഉദാഹരണത്തിന് ഉപനിഷത്തുക്കൾ തൊട്ട് തുടങ്ങാം. ഉപനിഷത്തുക്കൾ പറയുന്നത് സനാതന ധർമ്മത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അഗ്നി ഋഷിയിൽ നിന്ന് കിട്ടിയ ഋഗ്വേദവും, അഗ്നേർ ഋക്, വായോർ യജു, വായുവിൽ നിന്ന് കിട്ടിയ യജുസ്സും, ആദിത്യനിൽ നിന്ന് കിട്ടിയ സാമവുമാണ് എന്ന് ചാന്തോക്യോപനിഷത്തിലും ബൃഹദാരണ്യകോപനിഷത്ത് ഉൾപ്പെടെയുള്ള ഉപനിഷത്തുക്കളിൽ പറഞ്ഞിട്ടുണ്ട്. മാണ്ഡൂക്യോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപനിഷത്തുക്കൾ പോലും പറയുന്നത് സനാതന ധർമ്മത്തിന്റെ അടിത്തറ 4 വേദങ്ങളാണ്. അത് തന്നെ രാമായണത്തില് രാമൻ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിച്ചു എന്ന് കാണാം. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിച്ചു എന്ന് കാണാം. അങ്ങനെയുള്ള രാമൻ പഠിച്ച 4 വേദങ്ങൾ എന്തുകൊണ്ട് നമുക്ക് പഠിച്ചുകൂടാ? 4ഉം 6ഉം കൂട്ടി ആട്ടി എണ്ണയുണ്ടാക്കി എന്ന് എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ ആളുകൾക്ക് മനസ്സിലായത് 4ഉം 6ഉം കൂട്ടിയെ ആട്ടി എണ്ണ എന്നൊക്കെ പറഞ്ഞപ്പോ എഴുത്തച്ഛൻ ഒരു എണ്ണ കച്ചവടക്കാരനാണെന്ന് പറഞ്ഞ എത്രയോ ആളുണ്ട്. സംഗതി 4 വേദവും 6 ശാസ്ത്രങ്ങളും സാങ്ക്യ, വൈശേഷിക, ന്യായ, മീമാംസ, വേദാന്താദികളാണ്. ആ 6 ദർശനങ്ങളുമാണ് അദ്ദേഹം കൂട്ടി ആട്ടിയെടുത്ത് നമുക്ക് ഹരിനാമ കീർത്തനത്തെ തന്നു എന്ന് പറയുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാന ഗ്രന്ഥമാണ് എന്ന് പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കൾ രാമായണത്തിൽ, മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് വേദമാണ് മുഖ്യം എന്ന്. മഹാഭാരതത്തിലെ അധ്യായത്തിലെ ഒരു അധ്യായത്തിന്റെ ഭാഗമാണ് ശ്രീമദ് ഭഗവത്ഗീത. സ്വതന്ത്ര കൃതിയല്ല ഭഗവത്ഗീത. ഭഗവത്ഗീത ഒരു സ്വതന്ത്ര കൃതിയല്ല. അത് മഹാഭാരതത്തിന്റെ ഉള്ളിൽ വരുന്ന ഭാഗമാണ്. ആ മഹാഭാരതത്തിന്റെ ഉള്ളിൽ വരുന്ന ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഋക് സാമ യജുരേവച. ഞാൻ ഋക്കാണ്, ഋഗ്വേദമാണ്, യജുസ്സാണ്, സാമവേദമാണ്. ആര് പറഞ്ഞു? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് വ്യാസമുനിയാൽ പ്രണീതമായ ഗീതയിൽ. എന്ന് മാത്രമല്ല അപ്പൊ ഗീതയും അംഗീകരിച്ചു. ഇനി ദേവി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് വേദം എന്ന് പറയുന്നത് പഠിക്കുകയാണ് വേണ്ടത്. വേദമാണ് നമ്മുടെ ആധാരം. വേദത്തിൽ പറഞ്ഞ ആചരണങ്ങളാണ് പഠിക്കേണ്ടത്, ആചരിക്കേണ്ടത്. എന്നാൽ ആരാണോ വേദങ്ങളെയും വൈദിക ആചരണങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട്, ആരാണോ വേദങ്ങളും വൈദിക ആചരണങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവ തെറ്റാണെന്ന് പറയുന്നത്, അവർക്ക് വേണ്ടി നരകത്തിൽ വലിയ കുണ്ഠം തയ്യാറായിരിപ്പുണ്ട്. അവിടേക്ക് എത്തിച്ചേരും, അവിടെ പതിക്കുമെന്ന് ദേവി ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവി ഭാഗവതവും പറയുന്നത് വേദമാണ് മുഖ്യം. ഭഗവത്ഗീതയിലും പറയുന്നു വേദമാണ് മുഖ്യം. ഉപനിഷത്തുക്കൾ പറയുന്നത് വേദമാണ് മുഖ്യം. മഹാഭാരതം പറയുന്നത് വേദമാണ് മുഖ്യം. ഇനി ഭാഗവതം, വിഷ്ണു ഭാഗവതം പറയുന്നു വേദം പ്രത്യക്ഷ നാരായണം സാക്ഷാത്. മറ്റതൊക്കെ പരോക്ഷ നാരായണനാണെങ്കിൽ വേദം പ്രത്യക്ഷ നാരായണം സാക്ഷാത്. വേദം പ്രത്യക്ഷ നാരായണനാണ്. അപ്പൊ നിങ്ങൾ നേരിട്ട് വേദത്തെ കണ്ടാൽ, വേദത്തെ പഠിച്ചാൽ, വേദത്തെ ഉൾക്കൊണ്ടാൽ ആരെ കാണുന്നത് പോലെയായി. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന സനാതന ധർമാനുയായികൾ വേദം കണ്ടിട്ട് പോലും ഇല്ല എങ്കിൽ, അവരുടെ അടിസ്ഥാന ഗ്രന്ഥമായ വേദത്തെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് പുരോഗതിയും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുക? നമ്മൾ പറയാറുണ്ട് നമുക്ക് ഭൗതികമായ പുരോഗതി വേണം, ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും പറയുന്നതാണ്. നല്ല കാര്യം, ആധ്യാത്മിക പുരോഗതി അനിവാര്യമാണ്. പക്ഷേ അനിവാര്യമായ ആധ്യാത്മികത പുരോഗതി
സാധിക്കില്ല. നമുക്ക് ആധ്യാത്മികതയോടൊപ്പം ഭൗതികതയും വേണം. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ എല്ലാം പറയുന്നത് നമുക്ക് ആധ്യാത്മികതയും വേണം, ഭൗതികതയും വേണം. ആധ്യാത്മികതയും ഭൗതികതയും സമഞ്ജസമായി സമ്മേളിക്കുന്നതാണ് യഥാർത്ഥമായ കുടുംബജീവിതം, ഗൃഹസ്ഥ ജീവിതം. ഞാൻ ഇങ്ങനെ ഈ പ്രഭാഷണങ്ങളെല്ലാം നടത്തി നോക്കിയപ്പോൾ, സാധാരണ ജനങ്ങളുടെ വീടുകളിൽ പോയി നോക്കിയപ്പോൾ, എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, സനാതന ധർമാനുയായികൾക്ക് ശാസ്ത്രങ്ങളിൽ, അതായത് വേദം, ഉപനിഷത്തുക്കൾ, ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങൾ, മറ്റ് പുരാണേതിഹാസങ്ങൾ എന്നിവയിൽ ഒന്നും പറഞ്ഞ വൈദിക ആചരണങ്ങൾ അനുഷ്ഠിക്കാൻ അറിയില്ല എന്നാണ്. എന്ന് മാത്രവുമല്ല, അങ്ങനെ ഒരു ആചരണം ഉണ്ടോ എന്ന് പോലും ഇന്ന് സനാതന ധർമാനുയായികൾക്ക് അറിയാത്ത സ്ഥിതിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഭഗവത്ഗീതയില് 3-ാമത്തെ അധ്യായം, ഇതിന് ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദർ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഒരു ശ്ലോകത്തിന്. അതിങ്ങനെയാണ്: യജ്ഞശിഷ്ടം മാത്രം ഭുജിക്കുക, യജ്ഞശിഷ്ട അശിന. യജ്ഞശിഷ്ടം മാത്രം ഭുജിക്കുന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ഭോജനം അരുത്, ഭക്ഷിക്കരുത്. അതായത് ബ്രഹ്മയജ്ഞം, സന്ധ്യാവന്ദനാദികൾ ചെയ്യണം, അഗ്നിഹോത്രാദി യജ്ഞം ചെയ്യണം, ജീവനോടെ ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടത്ര ഭക്ഷണവും ശുശ്രൂഷയും മരുന്നും നൽകണം, വരുന്ന അതിഥികൾക്ക് ഭോജനം കൊടുക്കണം, അവനവന്റെ വരുമാനത്തിന്റെ 10-1 ദാനം ചെയ്ത് ബലിവൈശ്വദേവയജ്ഞം ചെയ്യണം. ഇത്രയും പറയുന്ന വിഷയങ്ങൾ കഴിഞ്ഞ ശേഷമേ നമ്മൾ ആഹരിക്കാവൂ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ 3-ാം അധ്യായത്തിലാണ് പറഞ്ഞത്. ആ ഗീതയുടെ യജ്ഞശിഷ്ടാശിന എന്ന് അവസാനിക്കുന്ന ആ ശ്ലോകം വായിച്ച് അതിന്റെ ശങ്കരാചാര്യർ നൽകിയ അർത്ഥം അനുസരിച്ച് ജീവിക്കുന്ന എത്ര പേർ നമ്മളുടെ ഇടയിലുണ്ട് പറയൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ആചരണങ്ങൾ അറിയില്ല, നമ്മുടെ ജീവിത രീതികളെ കുറിച്ച് അറിയില്ല, നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. പലരും പറയാറുണ്ട്, നമ്മൾ വേദം പഠിക്കാൻ പോകുന്നു, നമ്മള് വേദം പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ആളുകൾ പറയും, പൂജാരിയാവാൻ പോവാ. നോക്കൂ, എന്റെ കൂടെയുള്ള ആരും പൂജാരിമാരല്ല. നോക്കൂ, ഈ ഇരിക്കുന്ന ആരെങ്കിലും പൂജാരിമാരാണ്? ഇവരൊന്നും പൂജാരിമാരല്ല. അദ്ദേഹം റിട്ടയർഡ് ആണ്. പൂജാരി അല്ല. ആണോ? അല്ല. ആ ശശിധരൻ, അദ്ദേഹം KSEB ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വലിയ ഒരു സ്ഥാനത്ത് നിന്ന് വിരമിച്ച ആളാണ്. അയാൾ പൂജാരിയല്ല. അപ്പുറത്തിരിക്കുന്ന നിഷിത്ത് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. അത് പൂജാരിയല്ല. ഇങ്ങേറ്റത്തിരിക്കുന്ന പവിത്രൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലാണ്. ഇവരാരും പൂജാരിമാരല്ല. പൂജാരിമാരാവാനല്ല വേദം പഠിക്കുന്നത്, ജീവിതത്തിൽ വിജയം നേടുന്നതിന് വേണ്ടിയാണ്. ജീവിതത്തിൽ വിജയം നേടണം. ഔത്സുക്യത്തോടെ, ഓജസ്സോടെ, തേജസ്സോടെ ജീവിക്കാനുള്ളതായിരിക്കണം കുടുംബ ജീവിതം. എന്റെ അടുത്ത് പലരും വരാറുണ്ട്. നോക്കൂ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മന്ത്രം ജപിച്ചിരുന്നാൽ ലോകത്തുള്ള സർവ്വതും കിട്ടുമെന്നൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ബുദ്ധിപൂർവം ജീവിക്കേണ്ട ആവശ്യകതയെ കുറിച്ചാണ് പഠനം. ഇവിടെ പഠിപ്പിക്കുന്നത് അതാ, എങ്ങനെ ജീവിക്കാം. ഇവിടെ വരുമ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം, ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് അറിയണം, നമ്മുടെ സംസ്കാരം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. എന്നാൽ ആരോ പറയുന്നത് കേട്ടു, നമ്മുടെ സാമ്പത്തിക സമ്പദ്ഘടന പദ്ധതികൾ നമുക്ക് വിദേശത്ത് നിന്ന് അവരുടെ ശൈലി സ്വീകരിക്കണം എന്ന്. ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഇന്ത്യ കൊള്ളയടിച്ച സംസ്കാരമാണ് വിദേശീയനുള്ളത്. എന്നെങ്കിലും ഇന്ത്യയിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നതായി എന്റെ അറിവിലില്ല. തുർക്കികളാകട്ടെ, മംഗോളിയന്മാരാകട്ടെ, മുഗളന്മാരാകട്ടെ, ബ്രിട്ടീഷുകാരാകട്ടെ, ഇന്ത്യയെ കൊള്ളയടിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു നയ പൈസ
കൊണ്ടുവന്നിട്ടില്ല. ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്ത്യയിലെ പണം കട്ടുപിടിച്ചതിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദി വിക്ടോറിയൻ ഹോളോകാസ്റ്റ് എന്നൊരു പുസ്തകമുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുപോയ കുറെ പണം, ഒരു വർഷത്തെ വാർഷിക വരുമാനം കൊണ്ടുപോയി ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുമ്പിൽ വെച്ചു. രാജ്ഞി ചോദിച്ചു, ഇത് ഇന്ത്യയിൽ നിന്നുള്ള വരുമാനമാണോ ഇത്രയും എന്ന് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത്, ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിലുള്ളതല്ല, ഇന്ത്യയിലെ ഒരു ചെറിയ കൽക്കട്ട എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും ധനം. ഇന്ത്യയെ കൊള്ളയടിച്ചവരാണ്. ആ കൊള്ളയടിച്ചവരുടെ സാമ്പത്തിക നയം നമ്മൾ സ്വീകരിച്ചാൽ നാം കൊള്ളയടിക്കാൻ ആരംഭിക്കുക എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഭാരതീയ സംസ്കാരം ഒരിക്കലും കൊള്ളയടിച്ചിട്ടില്ല. ഓരോ തവണയും ഭാരതത്തിലെ ആക്രമണകാരികൾ വന്നത് ഭാരതത്തിന്റെ സമ്പത്ത് കണ്ടാണ്. ആ സമ്പത്ത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി? ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചോ എന്ന് എനിക്കറിയില്ല, 5000 ടൺ സ്വർണം ഒരു ക്ഷേത്രം, 5000 ടൺ സ്വർണം ഒരു ക്ഷേത്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ക്ഷേത്രമാണെന്ന് പറയാമോ? തിരുപ്പതി വെങ്കടാചല ക്ഷേത്രം. 5000 ടൺ സ്വർണം. നമ്മൾ ദരിദ്രനാണെന്നാണോ പറയുന്നത്? നമുക്ക് ഇവിടേക്ക് ഗോതമ്പും വേണ്ടാത്ത അരിയും ആർക്കും വേണ്ടാത്ത പൂപ്പല് വന്ന സാധനങ്ങളും ഒപ്പം കുറെ രോഗങ്ങളും കയറ്റി അയക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള ആർജവമാണ് ഇവിടുത്തെ ഭരണാധികാരികൾ കാണിക്കേണ്ടത്. ഇവിടെ ധനമുണ്ട്, ഇവിടെ സമൃദ്ധിയുണ്ട്, പക്ഷേ അത് കണ്ണ് തുറന്ന് കാണാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് കഴിയണമെന്ന് മാത്രം. ഉപഭോഗത്തിന്റെ സംസ്കാരമല്ല, മറിച്ച് നമുക്കുള്ളത് ആധ്യാത്മിക ശക്തിയിൽ ഊന്നിയുള്ള ഭൗതികമായ നേട്ടങ്ങളാണ്. ഈശ്വരനിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ് നമ്മൾ അത് നേടിയെടുക്കേണ്ടത്. ജീവിതത്തിൽ ഒരിക്കലും കരഞ്ഞുകൊണ്ടിരിക്കുന്നവന് ഈശ്വരൻ ഒരു ചവിട്ടി കൊടുക്കും. കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, പ്രയത്നിക്കാൻ. നമ്മൾ തയ്യാറെടുക്കേണ്ടത് പ്രവർത്തിക്കാനാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരും ക്ലാസ്സിലേക്ക് പുതുതായി വന്നാൽ ആദ്യം നിങ്ങളോട് പറയുന്നത് അതാണ്. നിങ്ങൾ കേട് നിർത്തുക, കേട് പറയുന്നത് നിർത്തുക. മറിച്ച് നിങ്ങൾ ഭഗവാന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഭഗവാൻ നമുക്ക് തന്നെ പറഞ്ഞു തന്ന വഴികളിലൂടെ പോവുക. ഭാരതം പ്രാചീന കാലത്ത് എത്ര ഉദാത്തമായ സംസ്കൃതിയായിരുന്നു നമ്മൾ അറിയണമെങ്കിൽ ആ സംസ്കൃതി രാഷ്ട്രത്തിന് സമ്മാനിച്ച പാരമ്പര്യത്തെ കുറിച്ച് അറിയണം. അറിയുമോ? പ്രാചീന കാലത്ത് അനേകം സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സംസ്കാരങ്ങളെ കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കുഴിച്ചു നോക്കണം, ഉദ്ഖനനം ചെയ്യണം. അതിനാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കുഴിച്ചു നോക്കി അറിയുന്ന പരിപാടിയാണ്. എന്നാൽ ഒട്ടും കുഴിച്ചു നോക്കാതെ ജീവത്തായി നമ്മുടെ സംസ്കാരത്തെ അറിയാൻ നിങ്ങൾ ഇങ്ങോട്ട് പോന്നാൽ മതി. എത്രായിരം വർഷം പഴക്കമുള്ള വേദങ്ങൾ ഞങ്ങൾ എന്ന് അങ്ങനെ ചൊല്ലിയോ അതേപോലെ ഇവിടെ ചൊല്ലുന്നുണ്ട്. ഇവിടെ വന്നാൽ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം എന്ന് ചൊല്ലുന്നുണ്ടെങ്കിൽ അത് കുഴിച്ചു നോക്കിയല്ല. No archaeological evidence for that. No need of such things. It is in our memory. നമ്മുടെ ഓർമ്മയിൽ കിടക്കുന്നു എത്രയോ നൂറ്റാണ്ടുകളുടെ സംസ്കാരം. അത് ഈശ്വരന്റെ പ്രഥമ വാണിയാണ്. ആ ഈശ്വരവാണി വേദങ്ങൾ നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ഉന്നമനത്തെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കൂ, ഭാരതത്തില് നിങ്ങൾക്ക് ഭരതനാട്യം നടക്കാറുണ്ട്. ഭരതനാട്യം കുട്ടികൾ പഠിക്കില്ലേ? എവിടുന്നാ ഭരതനാട്യം വന്നേ? ഭരതനാട്യശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? നാട്യസ്യ വേദനം സത്ത ലാഭോ വിചാരസ്യ. എങ്ങനെ? വേദത്തിൽ നിന്നാണ് ഞാൻ ഇത് കറന്നെടുത്തിട്ട് ഇങ്ങനെ ഒരു നാട്യശാസ്ത്രം ഉണ്ടാക്കിയത്. വേദമില്ലെങ്കിൽ നാട്യശാസ്ത്രം ഇല്ല. ഓരോന്നും ഞാന് ഒരു മുലയിൽ നിന്ന് കറന്നെടുത്ത രസങ്ങൾ,
രസങ്ങളില്ലേ, നവരസങ്ങൾ, ഒരു വേദത്തിൽ നിന്ന് എടുത്താൽ. വേറൊരു വേദത്തിൽ നിന്ന് എടുത്താൽ മുദ്രകൾ. മുദ്രകൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഈ ഭരതനാട്യത്തിൽ മുദ്രകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ജ്ഞാനമുദ്ര, അങ്ങനെ പലതരത്തിലുള്ള മുദ്രകളുണ്ട്. ആ മുദ്രകൾ എവിടുന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന വേദത്തിൽ നിന്ന് എടുത്തതാണ്. നോക്കൂ, ഭരതൻ നാട്യശാസ്ത്രത്തിൽ പറയുകയാണ്, ഞാൻ വേദങ്ങളിൽ നിന്നാണ് ഈ മുദ്രകൾ അത്രയും എടുത്തത്. ഗാനം എടുത്തത് മറ്റൊരു വേദത്തിൽ നിന്നാണ്, സംഗീതം. സംഗീതത്തിന്റെ വേദമാണ് സാമവേദം, കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് എവിടെ നിന്ന് കിട്ടി? വേദത്തിൽ നിന്ന് കിട്ടി. ഇനി ഇവിടുത്തെ രോഗമൊക്കെ വന്നിട്ട് ഒരു തരത്തിലും മാറുന്നില്ലെങ്കിൽ പോകുന്ന ആയുർവേദം ആരുണ്ടാക്കി? വേദത്തിന്റെ ഉപവേദമാണ്. ചരകൻ പറയുന്നുണ്ട്, വേദത്തിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. ചരകനായാലും ശുശ്രുതനായാലും വാഗ്ഭടനായാലും വേദത്തെ പിന്തള്ളിക്കൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. വേദം എന്ന് പറയുന്ന ആ വലിയ സത്തയിൽ നിന്നാണ്, അഥവാ ഋഗ്വേദത്തിൽ നിന്നും അഥർവവേദത്തിൽ നിന്നും ഇവിടെ ആയുർവേദം ഉണ്ടായി. നമുക്കിപ്പോ പല പേരിലുള്ള ആയുർവേദ ഫാക്ടറികളും ആയുർവേദ കൺസൾട്ടിംഗ് പ്രാക്ടീസസുകളും കാണാം. എന്നാൽ അതിന്റെ എല്ലാം മൂലം വേര് വേദമാണെന്ന് നമ്മൾ മറക്കരുത്. അത് വേദത്തിൽ നിന്നുണ്ടായതാണ്. വേദത്തിൽ നിന്നാണ് അതുണ്ടായത്. അപ്പോ ആയുർവേദം ഉണ്ടായത് വേദത്തിൽ നിന്ന്. പിന്നെ ഭരതന്റെ നാട്യശാസ്ത്രം ഉണ്ടായത് വേദത്തിൽ നിന്ന്. സംഗീതം ഉണ്ടായത് വേദത്തിൽ നിന്ന്. എന്നാ വേദം നമ്മൾ ആരും കണ്ടിട്ടില്ല. നമ്മുടെ എല്ലാ വിധത്തിലുമുള്ള അർത്ഥശാസ്ത്രത്തിന്റെ ഉടൽ എടുക്കലുണ്ടായത് വേദത്തിൽ നിന്ന്. അർത്ഥശാസ്ത്രം നമ്മുടെ ആളുകള് കച്ചവടം തുടങ്ങിയ 10 ദിവസം കൊണ്ട് പൂട്ടിക്കുന്നവരാണല്ലോ നമ്മൾ തന്നെ. നമ്മൾ അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. കാരണം അടുത്ത് നാരായണൻകുട്ടി ബേക്കറി തുടങ്ങുന്നു, കൃഷ്ണൻകുട്ടി അത് കണ്ട് വേറൊരു ബേക്കറി തുടങ്ങുന്നു, അച്യുതൻകുട്ടി മൂന്നാമതൊരു ബേക്കറി അവിടെ തന്നെ തുടങ്ങുന്നു, നാലാമത് വേറൊരു കുട്ടിയും അഞ്ചാമത് മറ്റൊരു കുട്ടിയും, എല്ലാ കുട്ടികളും കൂടി ചേർന്ന് എല്ലാ ബേക്കറി കച്ചവടവും നമ്മൾ 5 ദിവസം കൊണ്ട് പൂട്ടിച്ചെടുക്കുന്നു. സത്യമാണ്. ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലേ? നോക്കൂ, നമ്മുടെ തലയിൽ ആളിരിപ്പില്ല. നമ്മൾ എങ്ങനെ കച്ചവടം തുടങ്ങിയാലും പൊളിയും. എന്തുകൊണ്ട്? ഉപാസനയില്ല, ആചാരങ്ങളില്ല. ആചാരഹീനന പുനന്തി വേദ. ആചാരഹീനന് വേദം അറിയുമോ? വേദം അറിയില്ല. വേദം അറിയണമെങ്കിൽ ആദ്യം ആചാരം ചെയ്യണം. ആചാര പരമോ ധർമ്മ. ആചാരം പരമമായ ധർമ്മമാകുന്നു. ആചാരത്തെ വിട്ടാൽ നിങ്ങൾക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ഇന്ന് കുട്ടികൾ നശിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നു. അഥവാ ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ അച്ഛനമ്മമാരെ നോക്കാത്ത കുട്ടിയായി തീരും. എന്തുകൊണ്ടാ? ഞാൻ നാളെ ചോദിച്ചു, ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറയാണ്, അത് ആചാര്യനോട് പറയട്ടെ. ആ ധൈര്യം പറഞ്ഞു, ആരോടും പറയില്ല. എന്നോട് അച്ഛൻ എന്നെ ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടുണ്ട്. ആ സ്കൂളിൽ സീറ്റ് കിട്ടാൻ അച്ഛൻ 1.5 ലക്ഷം രൂപ കൊടുത്തു. അപ്പൊ അച്ഛൻ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പറയുന്നത് ആ 1.5 ലക്ഷം രൂപ കൊടുത്ത കാര്യമാണ്. എനിക്ക് മനസ്സിലായത് 1.5 ലക്ഷം രൂപ തന്നെയാണ് വലുത്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് എനിക്കൊരു 10-25 വയസ്സാവുമ്പോ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഓരോ സീറ്റ് എന്തായാലും വാങ്ങി കൊടുക്കും. വൃദ്ധസദനത്തിൽ വാങ്ങിച്ചു കൊടുക്കുകയാണ് സീറ്റ്. കാരണം അച്ഛൻ പറഞ്ഞ സീറ്റ് വാങ്ങിച്ചു കൊടുക്കണം, മോനാവുമ്പോ മോനും ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കും. അത്ര തന്നെ. എന്തുകൊണ്ടാ? നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയില്ല നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. ഭാരതത്തിന് ഒരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, നമ്മുടെ ജീവിതത്തിന് ഒരു ചര്യയുണ്ട്. ആചാര പരമോ ധർമ്മ. ആചാരം പരമമായ ധർമ്മമാകും. ആചാരങ്ങളെ കുറിച്ച് നമുക്ക് പരമമായ ധർമ്മമാണെങ്കിൽ ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ്? എന്താണ് ഈ ധർമ്മം എന്ന് പറയുന്നത്? വേദോഖിലോ ധർമ്മമൂലം. വേദമാകുന്നു അഖില ധർമ്മത്തിന്റെയും വേര്. അഖില ധർമ്മത്തിന്റെയും വേര് വേദമാകുന്നു. വേദമാണ് എല്ലാ ധർമ്മങ്ങളുടെയും മൂലം. വേര്, വേരിന്റെ വേര് വേരായതുകൊണ്ട് വേരിന് വേറെ വേരില്ല. മൂലേ മൂലാഭാവാത മൂലം മൂലം. ദർശനത്തിൽ പറയുന്നത്
വേര് വേണ്ട. അപ്പൊ ഇതിന്റെ എല്ലാം വേരെവിടെയാണ്? വേദത്തിലാണ്. എന്നാല് ഭൂരിഭാഗം വരുന്ന സനാതന ധർമാനുയായികൾ വേദം കണ്ടിട്ട് പോലുമില്ല എങ്കിൽ അവർ എങ്ങനെ ആചരണത്തിലേക്ക് വരും? ആചരണമില്ലെങ്കിൽ അവർക്ക് എങ്ങനെ നല്ല ജീവിതം കിട്ടും? എങ്ങനെ അവർക്ക് സമൃദ്ധി ഉണ്ടാകും? ഉപനിഷത്തുകളിൽ പറയുന്നത് വിദ്യാംച അവിദ്യാംച യസ്തദ്വേദോ ഭയം സഹായ എന്നാണ്. ഒരു പക്ഷിക്ക് 2 ചിറകുള്ളത് പോലെ ഒരു ഭൗതിക ചിറകും ഒരു ആധ്യാത്മിക ചിറകും വേണ്ടേ? ധർമ്മം വേണം, അർത്ഥം വേണം, കാമം വേണം, മോക്ഷവും വേണം. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ വേണം. അപ്പൊ ധർമ്മം ഉണ്ടായാലേ നല്ല അർത്ഥം ഉണ്ടാവും. നല്ല അർത്ഥം ഉണ്ടായാലേ നല്ല രീതിയിൽ കാമങ്ങൾ ഉണ്ടാവും. നല്ല കാമങ്ങൾ ഉണ്ടാകുമ്പോഴേ മോക്ഷത്തിലേക്കും പ്രവേശിക്കാൻ. അത് മനസ്സിലാക്കുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ആചാരമാകുന്ന പരമധർമ്മത്തെ കുറിച്ച് നാം പഠിക്കാതെ, നാം മനസ്സിലാക്കാതെ നമ്മുടെ ചിന്തകളിൽ ആധുനിക കാലത്തിന്റെ യാത്രയിൽ നമ്മൾ നമ്മെ തന്നെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് യാത്രയാവുകയാണ്. നോക്കൂ, നമ്മുടെ സംസ്കൃതി എത്രയോ ഉദാത്തമായ ഒന്നാണ്. നമ്മുടെ സംസ്കൃതിയിൽ സ്ത്രീകളെ നമ്മൾ അത്രയേറെ ബഹുമാനിച്ചിരുന്നു. ഇന്ന് നോക്കൂ, ഇന്ന് നമുക്ക് എത്ര സ്ത്രീകൾക്ക് ഈ റോഡിലൂടെ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ കഴിയും? നമ്മൾ വളരെ പറയുന്നു 100% സാക്ഷരരാണ് നമ്മൾ. 100% ലിറ്ററസി. 100% സാക്ഷരമായ ഈ നാട്ടിലൂടെ ഒരു 5 വയസ്സുകാരി പെൺകുട്ടിയെ സ്വതന്ത്രമായി ഈ റോഡിലൂടെ അയക്കാൻ നമ്മൾ തയ്യാറാകുന്നു. മലപ്പുറം ജില്ലയിലല്ലേ നിങ്ങൾ കേട്ടത്? 7 വയസ്സുകാരി പെൺകുട്ടി റോഡ് സൈഡിൽ ഇരുന്ന ഊരുകണ്ടിയായ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന നാംകെട്ട ഈ സമൂഹം, വൃത്തികെട്ട ഈ സമൂഹം, എന്നിട്ടും പറയുന്നു ഞങ്ങൾ 100% സാക്ഷരരാണെന്ന്. നാളില്ലേ ഇവർക്ക്? എവിടെ നിന്ന് പഠിച്ചു എന്നാണ്? സ്വന്തം അമ്മയെ, സ്വന്തം സഹോദരിയെ, സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ പോലും തൃഷ്ണയുടെയും ഭോഗാലസതയുടെയും പേരിൽ നശിപ്പിക്കുന്ന ഈ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് ഒരിക്കലെങ്കിലും ആലോചിക്കണ്ടേ? ഇത് നമ്മുടെ അമ്മയല്ലേ? എത്ര വീരപുരുഷന്മാർക്ക് ജന്മം കൊടുത്ത ജനനിയാണിവർ. അവരെ കുറിച്ച് ആലോചിക്കാതെ, അവരെ കുറിച്ച് ചിന്തിക്കാതെ, കേവലം ലൈംഗികതയുടെ മാത്രം കണ്ണുകളോടെ കണ്ട് കൊച്ചുകുട്ടിയെ, എന്റെ മകളെ എനിക്ക് പുറത്തയക്കാൻ ഭയമാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും അയക്കുമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുമോ? എത്ര നാര്യസ്തു പൂജ്യന്തേ തത്രയമന്തേ ദേവത. എവിടെയാണോ നാരികൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ രമിക്കുമെന്ന് പറഞ്ഞ മനുസ്മൃതി ചുട്ടരിച്ച നാടാണല്ലോ നമ്മുടേത്. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ രമിക്കുമെന്ന് പറഞ്ഞ മനുസ്മൃതി ചുട്ടരിച്ചത് വലിയ കാര്യമായി കൊണ്ടു നടക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം പഴയതെല്ലാം അന്ധവിശ്വാസത്തിൻ്റെതാണെന്ന് ചിന്തിക്കുമ്പോൾ ആലോചിക്കുക, പഴമയുടെ ലോകത്തുണ്ടായിരുന്ന മൂല്യത്തിന്റെ വലിയ വസ്തുതകൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 5000 വർഷം മുമ്പ് നമ്മൾ അച്ഛനെയും അമ്മയെയും എങ്ങനെ സ്നേഹിച്ചിരുന്നുവോ ഇന്ന് ആ സ്നേഹം വേണ്ട എന്ന് പറയുന്ന ആധുനികതയുടെ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വലിയൊരു മൂല്യബോധമുണ്ടെന്ന് നാം തിരിച്ചറിയണം. എല്ലാം ആധുനിക കാലത്തിന്റെ വഴിയിലാണ്. ഇന്ന് ആധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയ TV എത്തിച്ചിരിക്കുന്നു. LCD-യും വളഞ്ഞ TV-യും ഒടിഞ്ഞ TV-യും മടക്കി വീട്ടിൽ കൊണ്ടുപോകുന്ന TV-യും ഒക്കെ ഉണ്ട്, ഇല്ലേ? പുതിയ TV വന്നു, അറിയാമെന്നറിയില്ല, ചുരുട്ടി വെക്കാം. എവിടുന്ന് വേണമെങ്കിലും നിവർത്തി വെച്ച് കാണാം. എന്താണ് കാണേണ്ടത്? നമ്മുടെ സ്ത്രീകളിൽ ഏതെങ്കിലും അമ്മയോ പെങ്ങളോ മരുമകളോ അമ്മായിയമ്മയോ ആരെങ്കിലും ഒക്കെ നടത്തുന്ന കുതന്ത്രങ്ങളും കുദൃഷ്ടികളും കാരണം ഈ നാട്ടിലുള്ള സ്ത്രീകളെല്ലാം മോശക്കാരാണെന്ന് ചിത്രീകരിക്കുന്ന സീരിയലുകൾ അല്ല എന്ന് പറയാൻ നോക്കുമോ? അതിൽ അബലയായ ഒരു സ്ത്രീയെ ഉണ്ടാവുള്ളൂ. ആ അബലയായ സ്ത്രീയാണ് താനെന്ന് ഈ നാട്ടിലെ എല്ലാ സ്ത്രീകളും ചിന്തിക്കുകയും തന്നെ ദ്രോഹിക്കുന്നവയാണ് ആ മറ്റേ സീരിയലിലെ അമ്മായിയമ്മയെ പോലെ എന്ന് സ്വന്തം ഭർത്താവിന്റെ അമ്മയെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും.
ചിന്തിക്കുമ്പോൾ എനിക്കും എന്റെ ഭർത്താവിനും മക്കൾക്ക് കൂടി സ്വന്തമായ ഒരു വീടെടുത്ത് താമസിച്ചാൽ എല്ലാ പ്രതിസന്ധികളുടെയും അവസാനമാണെന്ന് ചിത്രീകരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ മനസ്സിന് അതികഠിനമായ തോതിൽ രോഗം ബാധിച്ചൊരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് വിസ്മരിക്കരുത്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലേക്ക് സീരിയലുകളുടെ പ്ലോട്ടുകൾ കയറ്റുമതി ചെയ്യുകയാണ്. ഹിന്ദി സീരിയലുകളിൽ വരുന്ന പ്ലോട്ടുകൾ അതേപടി മലയാളത്തിലേക്ക് പേരും ഭാവവും മാറ്റി അവതരിപ്പിക്കുമ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ രാക്ഷസികളും ഏറ്റവും ചുരുങ്ങിയത് കുലകളുമാണെന്ന് തോന്നുന്ന രീതിയിലാണ് ആ സീരിയലുകൾ ഉള്ളത്. നമ്മുടെ രാമായണത്തിൽ ഏറ്റവും മോശക്കാരിയായ സ്ത്രീ കഥാപാത്രമാരാണ്. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയും, ആരായിരിക്കും? മന്ദര. എന്നാൽ മന്ദരയെ പോലും കവി മോശമായി ചിത്രീകരിച്ചില്ല. രാമൻ രാവണനെ നിഗ്രഹിക്കണമെങ്കിൽ രാമൻ കാട്ടിൽ പോയേ പറ്റൂ. അതിനാൽ നാളെ രാമനെ രാജാവായി വാഴിക്കുന്നതിന് മുമ്പ് വികട സരസ്വതിയായി സരസ്വതി മന്ദരയുടെ നാവിലിരുന്നാലേ ആ 14 വർഷത്തേക്ക് കാട്ടിലയക്കൽ നടക്കൂ എന്ന് ചിത്രീകരിച്ച വാൽമീകി പോലും മന്ദരയെ ഒരു കുലടയായി ചിത്രീകരിക്കാതിരിക്കാൻ അത്രയേറെ ശ്രദ്ധിച്ച നാടാണിതെന്ന് നമ്മൾ വിസ്മരിച്ചുകൂടാ. ആ നാട്ടിലാണ് സ്ത്രീകൾ അത്രയും നിഷ്കരുണം ലൈംഗിക അപവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പത്രങ്ങൾ ഉൾപ്പെടെ ധാരാളം സ്ഥലം കൊടുക്കുന്നതിന് കാരണം അത് വായിക്കാനും കാണാനും ആളുകളുണ്ട് എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വായനക്കാരനാണെങ്കിൽ നമ്മളെ വീട്ടിലെത്തുന്ന പത്രത്തിൽ നാളെ ഏത് നായരെ കുറിച്ച് വന്നാലും ആ നായരൊന്നും എന്റെ വീട്ടിലെ പെണ്ണുങ്ങളും ആണുങ്ങളും വായിക്കേണ്ടതല്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം നിങ്ങൾ. എന്റെ വീട്ടിൽ കയറി വരുന്ന, എന്റെ വീട്ടിന്റെ പടി കയറി വരുന്ന എല്ലാ പദ്ധതികളും എന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും നമുക്ക് വേണം. അത്തരത്തിലുള്ള ദുഷ്പ്രേരണയുടെ വക്താക്കൾക്ക് പോലും ഇന്ന് ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഒരു ഓട്ടോഗ്രാഫിൽ ഒപ്പ് വാങ്ങിക്കാൻ. നോക്കൂ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്. ഇതൊക്കെ നല്ല കാര്യമാണെന്നാണോ ചിന്തിക്കുന്നത്? നാളെ നിങ്ങളുടെ മകൾ ഈ പറയുന്ന വ്യക്തികളെയൊക്കെ മാതൃകയാക്കിയാൽ, ഇവരെല്ലാം ഞങ്ങളുടെ ഭാഗമാണെന്ന് ചിന്തിച്ചാൽ, നോക്കൂ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുക, നമ്മുടെ സംസ്കാരത്തിന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ഇന്തോനേഷ്യയിൽ ഒരു ബാങ്കിന്റെ പേരാണ് കുബേര. എന്നാൽ ഈ കേരളത്തിലോ അതെന്താണ്? എന്തിന്റെ പേരാണ്? ആ പേരാണോ ചേരുക? അതോ പിശുക്കനായ ഒരു കഥ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. കോളേജുകളിലൊക്കെ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? അർത്ഥകയ്ക്ക് ഉപ്പ് തേക്കാത്ത ഒരു കഥാപാത്രത്തെ കുറിച്ച് ഓർമ്മയില്ല? ഷൈലോക്ക്. ആ വാക്ക് അവിടെ ചേരും. കുബേരൻ എന്ന വാക്ക് ചേരുമോ? എന്നിട്ടും നമ്മൾക്ക് മനസ്സിലായില്ല. ഇതെന്ത് വസ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നോക്കൂ, നമ്മൾ എത്രമാത്രം വിവരക്കേടിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. എന്നാൽ ആരോ പറയുന്നത് കേട്ടോ, നിന്നെ ആ ചെവിട്ടിൽ ചെമ്പരത്തി പൂ ഒഴിപ്പിക്കും. എനിക്ക് മനസ്സിലായ കാര്യം, സാധാരണ ഹിന്ദുക്കളെല്ലാം ക്ഷേത്രങ്ങളിൽ പോകുന്നു, അവിടുന്ന് പൂവ് കിട്ടുന്നു, അതെടുത്ത് ചുവട്ടിൽ വെക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാന്താണ്. ശരിയാണോ? ഭ്രാന്തനാവുന്നതും കൂടുതൽ പറയണോ? ബുദ്ധിയുള്ളവരോട് കൂടുതൽ പറയരുതെന്ന് മഹർഷി ദയാനന്ദ സരസ്വതിജി പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയില്ലാത്തവരോടും അധികം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ജാതകം എഴുതുമ്പോൾ ജ്യോത്സ്യൻ പറയും 65-ന് ശേഷം ചിന്ത്യം എന്ന്. അങ്ങനെ ശേഷം ചിന്ത്യം എന്ന വിഷയത്തിലേക്ക് വിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഒരു
നമ്മൾ വേണ്ട രീതിയിൽ പഠിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ ധർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കാതിരിക്കുമ്പോൾ, ആധുനിക ജീവിതചര്യ വളരെ ദുഷ്കരമായ പരിണാമത്തിലേക്ക് നമ്മൾ വീഴുമ്പോൾ, അതിനോടൊരു പരിഹാരം എന്ന നിലയിൽ കുട്ടികളെ മാത്രം വേദവും ഉപനിഷത്തൊന്നും പഠിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളൊരു കുടുംബമായിട്ട് പഠിക്കണം. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ആർജവം ഉണ്ടാവും. നമ്മളെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഹിന്ദുക്കൾ പലപ്പോഴും തമാശ പറയുന്നവരാണ്. ഞാൻ 2-3 ഉദാഹരണം പറയാം. ഒന്ന്, ഗുരുവായൂർ അമ്പലത്തിൽ പോവാറില്ലേ? പോവാറുണ്ട്. എന്തിനാ പോന്നെ? ഗുരുവായൂരപ്പനാണ്. അപ്പൊ നാളെ പറയുകയാണ് നിങ്ങളെ വീട്ടിൽ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? രാവിലെ 4 മണി മുതൽ ഇനിയിപ്പോ എങ്ങോട്ട് പോകണ്ടല്ലോ, ഇവിടുന്ന് തൊഴുതാ പോരെ എന്ന് വിചാരിക്കുമോ, അതോ അടുത്ത ജ്യോത്സ്യനെ വിളിച്ച് പ്രശ്നം വെപ്പിച്ച് ഇതിനെങ്ങനെ ഒഴിപ്പിച്ച് കൊണ്ടുപോവാം എന്ന് ആലോചിക്കുമോ? ആലോചിച്ചോ? ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ ഒന്ന് മനസ്സിൽ വെക്കുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം. പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഒരാൾ പറയുന്നു ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രാധീശനെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ദേവതയെ ഇപ്പോൾ പലതരത്തിലുള്ള പ്രേതങ്ങളാൽ ബന്ധിതമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേ ക്ഷേത്രത്തിലാണ് എല്ലാ വർഷവും ബലിതർപ്പണം ചെയ്യുന്നത്. ഈ ബലിതർപ്പണത്തിന് എന്താ ചെയ്യുന്നത്? പരേതനായ ആത്മാവിനെ വിളിച്ചു വരുത്തുന്നു. പരേതനായ ആത്മാവിനെ വിളിച്ചു വരുത്തി ബലിതർപ്പണം ചെയ്ത ആ പ്രേതം ക്ഷേത്രത്തിനെ പിടിച്ചു എന്നും ക്ഷേത്രത്തിലെ ദേവനെ പിടിച്ചു എന്നും അതിനാൽ അവിടെ നവീകരണ കലശം വേണമെന്നും അതിന് 2 ലക്ഷം രൂപ ചെലവാക്കണമെന്നും പറഞ്ഞ് നിങ്ങൾ പൈസ വിരിച്ച് പിറ്റേ കൊല്ലം വീണ്ടും പ്രേതങ്ങളെ കൊണ്ട് ദേവതയെ പിടിപ്പിക്കുമ്പോ ആലോചിക്കണ്ടേ, ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്ന് പിടിക്കും. ശരിയല്ല. ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ? നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ? ശരിയാണ്. ആലോചിക്കുന്നില്ല, നമ്മൾ ആലോചിക്കാറില്ല. നമ്മളടുത്ത് ഒരാൾ വന്ന് പറയുമ്പോ നമ്മൾ അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് ആലോചിക്കണ്ടേ? എന്താണ് ഇതിന് ശരി, എന്താണ് ഇതിൽ തെറ്റ് എന്ന് ആലോചിക്കാതെ ജീവിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും നമുക്കൊരു കരുത്തുണ്ടാവില്ല, നമുക്കൊരു ആശയം ഉണ്ടാവില്ല. എന്താണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ചെയ്താലുള്ള ഗുണം എന്താണ് എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. ആ പഠനത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ഒരു വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു, ഒരാൾ പറഞ്ഞു 2 തിരിയിട്ടാൽ മതി, ഒരാൾ 3 തിരിയിടാം, ഒരാൾ 4 തിരിയിടാൻ. ഞാൻ പറഞ്ഞു ഒന്നും ഇടാണ്ടിരിക്കുന്നതാണ് എനിക്ക് നന്നാകാൻ. ചെറുപ്പത്തിൽ പറഞ്ഞു. കാരണം വെച്ചാൽ ആകെ പ്രശ്നമായി എന്റെ വീട്ടില്. എന്റെ വീട്ടിൽ ഇത് വലിയ പ്രശ്നമായി. കാരണം വെച്ചാൽ ഒരാൾ വന്ന് പറഞ്ഞു ഒന്നിട്ടാ മതി, മറ്റേ ആൾ പറഞ്ഞു ഒന്നിട്ടാ നശിച്ചു. അപ്പൊ എന്റെ അമ്മ 2 ഇട്ടു. അങ്ങനെ ഇരിക്കും. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു 3. ഇല്ലെങ്കിൽ ഭയങ്കര മോശപ്പെട്ട ഭയങ്കര അപകടങ്ങളപ്പെട്ട ഇതുവരെ ഉണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ 2-3 കാല് വെച്ചുത്തിയ കഥയൊക്കെ ഉണ്ട്. വയറ് കാല് വെച്ചുത്തുള്ളൂ. അപ്പോ നോക്കും. അപ്പോ വാസ്തവത്തിൽ എന്താണ് സംഗതി എന്ന് നമ്മൾ പഠിക്കുന്നത്. ഞാനതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ ചിലരൊക്കെ വന്ന് വിചാരിക്കുന്നുണ്ടാവും ആചാര്യന്റെ അടുത്ത് പോയാൽ എല്ലാ അത്ഭുതങ്ങളൂടി അദ്ദേഹം ഭൂമി വായു എന്തെങ്കിലും എടുത്തു തരുന്നോ. എനിക്ക് എടുത്ത് അങ്ങനെ ഒരു പരിപാടി എനിക്കൊരു മിറക്കിളും അറിയില്ല, ഒരു അത്ഭുതവും അറിയില്ല. സാധാരണക്കാരനാണ് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വേദങ്ങളിൽ ഋഷിമാർ എന്ത് പറഞ്ഞോ അതിനെ സ്വീകരിക്കുക. ആ സ്വീകരിച്ചത് ആപ്തോപദേശ ശബ്ദ എന്നൊക്കെ പറയുന്ന പറഞ്ഞാൽ ആപ്തന്മാരായ ഋഷിമാര് സത്യം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് സ്വീകരിക്കാം. അപ്പൊ ചിലർ ചോദിക്കാം അന്ധവിശ്വാസം അല്ലേ? അങ്ങനെ അന്ധവിശ്വാസമൊക്കെ കുറച്ചൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ അങ്ങ് പറയലുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാനിപ്പോ എന്റെ കുട്ടിക്കാലത്ത് എന്റെ അമ്മ പറഞ്ഞു മോൻ എന്താണ് നിന്റെ അച്ഛൻ. ഞാനിപ്പോ DNA ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണോ അപ്പൊ അച്ഛാന്ന് വിളിക്കുന്നത്? ആണോ? DNA ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ആലോചിക്കുക അച്ഛാ, എന്നിട്ട് DNA ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ശരി എന്റെ അച്ഛൻ തന്നെയാന്ന് ഉറപ്പായി അച്ഛാ എന്ന് വിളിക്കുന്നവരല്ലല്ലോ നമ്മള്. നമ്മളെ അമ്മ പറഞ്ഞു വിളിച്ചു, അത്ര തന്നെ. അപ്പോ അതുകൊണ്ട് ഋഷിമാര് പറഞ്ഞിട്ടുണ്ട് ഈശ്വരനുണ്ട്. ഈശ്വരനുണ്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതില് വിശ്വസിക്കുന്നുണ്ട്. ആ ഈശ്വരനിലുള്ള അചഞ്ചലമായ വിശ്വാസം തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ ഋഷിമാർ പല കാര്യങ്ങളോടും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ ഘട്ടത്തിലും നമ്മൾ ഓരോന്നും പകർത്തിയാണ് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. അതിന് ചില പദ്ധതികളെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ ക്ലാസ്സിൽ പ്രധാനമായി പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുമ്പോൾ
പ്രധാനമായിട്ടും വേദത്തെ ആശ്രയിച്ചാണ് പഠിക്കുക. ആദ്യം നിങ്ങളെ വേദം കാണിച്ചത് 4 വേദവും ഇവിടെ ഉണ്ട്. അതിന്റെ ശാഖകൾ സഹിതം 11 ശാഖകൾ ഉൾപ്പെടെ എല്ലാ വേദവും. നിങ്ങൾ കണ്ടിട്ട് എത്ര പേര് കണ്ടിട്ടുണ്ടാവും വേദം? കുറെ ആൾ കണ്ടിട്ടുണ്ടോ? കാണാത്തവരും ദൈവം ഇത്രയും ലോക नहीं वेदों को देखा है. വേദം നമ്മൾ കണ്ടിട്ട് പോലില്ല. അപ്പൊ നമുക്ക് എന്തായിരിക്കും നമ്മളൊരു അവസ്ഥ? അപ്പൊ അതുകൊണ്ട് വേദം കാണാനുള്ള സൗകര്യം, വേദം പഠിക്കാനുള്ള സൗകര്യം, അതിന് ജാതിയില്ല, ലിംഗഭേദമില്ല, ഒരു വിഷയവും ഇവിടെ ഇല്ല. നിങ്ങൾ പഠിക്കുക, ഞങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ആചരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായി കൊണ്ടുവരേണ്ട കാര്യങ്ങൾ? നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നമുക്ക് വ്യക്തമായ ആശയങ്ങളോടുകൂടി പഠിക്കണം. നമ്മൾ എന്തൊക്കെയാ പഠിക്കുക? നമ്മളിവിടെ പ്രധാനമായി പഠിപ്പിക്കുന്നത് പഞ്ചമഹായജ്ഞങ്ങളാണ്. എന്താണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയാം? വളരെ ചുരുക്കി നാമധീയ പ്രഭാഷണം നടത്തില്ല ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും 1.5 മണിക്കൂർ പ്രസംഗിക്കുന്ന പരിപാടി ഞങ്ങൾ ഇന്നത്തോട് നിർത്തുകയായിരുന്നു. നമ്മൾ അത് വർഷങ്ങളോട് പഠിച്ച് പതുക്കെ മുഴുവൻ ഒരു വർഷം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. അപ്പോ പ്രധാനമായിട്ട് ഇവിടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പലരും ചോദിക്കും, ഞങ്ങൾക്ക് സംസ്കൃതം അറിയില്ല. അങ്ങനെ ചോദ്യം വരാലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നല്ല മലയാളത്തില് എഴുതി അർത്ഥസഹിതം തരും. നിങ്ങൾക്ക് പുസ്തകം ഉണ്ട്, അല്ലാണ്ട് CD തരും. അതുകൊണ്ട് അതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉച്ചാരണത്തിനൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാല് ശകലം ചോറ് വിളമ്പുന്നതിന് പകരം സകലം ചോറ് വിളമ്പുന്നു എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി പോകും, അല്ലേ? ശകലം, ഞങ്ങളുടെ നാട്ടില് ഒരാള് ഒരു വലിയ ഒരു ബ്രോക്കർ, ഒരു വിവാഹ ബ്രോക്കർ, അയാൾ വലിയ വിവരമുള്ള ആളല്ല. അപ്പൊ അയാളോട് ചോദിച്ചു ആ ഒരു കല്യാണത്തെ കുറിച്ചാ. അപ്പൊ കല്യാണം എന്തായി? ആ കല്യാണം വിട്ടുപോയി. എന്താ കാരണം പറഞ്ഞോ? കുട്ടിക്കൊരു എഡ്യൂക്കേഷൻ തടിയാ ഉദ്ദേശം. എന്താ ഉദ്ദേശം? നല്ലൊരു ഗെറ്റപ്പ് ഇല്ല എന്ന് ഉദ്ദേശിച്ചതാണ്. മൂപ്പർ പറയുന്ന ഇംഗ്ലീഷാണ് എന്ത്? ഈ എഡ്യൂക്കേഷൻ എന്തോ എടുത്ത് പൊക്കാനുള്ള ശേഷിയാണെന്നാണ് മൂപ്പർ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഒരാള് അതുപോലെ ഇവിടെ അങ്ങനത്തെ യാതൊരു പ്രയാസങ്ങളും ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നറിയോ? യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കും. യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളും പ്രാചീന ഋഷിമാര് വേദങ്ങളിൽ, ഉപനിഷത്തുക്കളിൽ, മനുസ്മൃതി തുടങ്ങിയവയിൽ എന്തൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മനുസ്മൃതിയിൽ ഒരുപാട് പ്രക്ഷിപ്തങ്ങളുണ്ട്, അതായത് ഒരുപാട് കൂട്ടിച്ചേർപ്പുണ്ട്. ആ കൂട്ടിച്ചേർപ്പുകളൊക്കെ മാറ്റിയിട്ട് എന്താണോ യാഥാർത്ഥ്യം അനുസരിച്ചാണ് നമ്മൾ തെളിവെടുക്കുക. മനുസ്മൃതിയിൽ ഒരുപാട് കൂട്ടിച്ചേർപ്പുകളുണ്ട്. അപ്പൊ ആ കൂട്ടിച്ചേർപ്പ് എങ്ങനെയാണ് എടുത്ത് മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അതിനായിട്ട് പുസ്തകം തന്നെ ഇറങ്ങി, മനുസ്മൃതി സത്യവും മിഥ്യയും. ആ പുസ്തകം വായിച്ചിട്ട് ബാക്കിയുള്ള മനുസ്മൃതി മുഴുവൻ തിരുത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു താക്കോലാണ്. അപ്പൊ ഈ ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പഴയ രീതിയിലുള്ള കാര്യങ്ങൾ അതേപടി. ഞങ്ങളുടെ നാട്ടില് ഒരു മന്ത്രവാദി ഉണ്ട്, കുമാരൻ മന്ത്രവാദി എന്നാണ് വിളിക്കുക, വലിയ മന്ത്രവാദി. അപ്പം ആ മന്ത്രവാദി ഈ ഒഴിപ്പിക്കുക, ബാധ തുടങ്ങിയ പരിപാടിയൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ അയാൾക്ക് അയാളെടുത്ത് പോയാൽ അയാൾ വലിയ പത്മൊക്കെ ഇടും, അങ്ങനെ പൂജയൊക്കെ ചെയ്യും, അങ്ങനെ അയാൾ സുക്കടൊക്കെ മാറ്റും, ആ വായി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഇയാൾ മരിച്ചു. ഇയാൾ മരിച്ചാലും പ്രേതങ്ങളൊക്കെ റോഡുകളൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാം കൂടി എന്ത് ചെയ്യും? ഓരോരുത്തരെയും പിടിക്കും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാല് ഇയാളെ മകൻ ഒരു പ്രമുഖ മന്ത്രവാദി, മകൻ അച്ഛന്റെ പാരമ്പര്യത്തിൽ മകനെ. അപ്പൊ മോനെ എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മളൊരു പരിഹാര ലിസ്റ്റ് ഇടുമല്ലോ, പരിഹാരം ഉണ്ടാക്കാൻ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റില് മഞ്ഞപ്പൊടി 500, പിന്നെ അരിപ്പൊടി 500, പച്ച 100, പിന്നെ ചുവപ്പ് ഇത്ര, 100 ഇത്ര, പിന്നെ മഞ്ഞൾ ഇത്ര, അങ്ങനെ എഴുതും. ഈ പൂജയുടെ സാധനങ്ങളൊക്കെ എഴുതും, ദർഭ ലിസ്റ്റ് എഴുതും. ആ ലിസ്റ്റിന്റെ ഏറ്റവും അടിയില് കറുത്ത പൂച്ച 1, വെള്ളച്ചേർത്ത 1, കറുത്ത പൂച്ച 1, വെളുത്ത ചേർന്നു. അപ്പൊ ഇതെന്തിനാണ്? ഇയാൾക്ക് അറിയില്ല, അച്ഛൻ എഴുതിയതാ, അച്ഛനാണ് ചെയ്ത സാധനമാണ്. എന്താ കാര്യം? അച്ഛൻ ഈ പത്മൊക്കെ ഇടുമ്പോ ഈ അവിടെ ഒരു പൂച്ച ഉണ്ട്, ഒരു കറുത്ത പൂച്ച, വീട്ടിലുള്ള പൂച്ചയാണ്. ഈ പൂച്ച ഓടിയിട്ട് ഇയാളെ പത്മം മുഴുവൻ കേടുവരും. അപ്പൊ അതിനെക്കൊണ്ട് ഇയാൾ എന്ത് ചെയ്യും? ചിലർ വെളുത്ത ചിലരെടുത്തിട്ട് ഈ പൂച്ചയെ കെട്ടി ഒരു സൈഡിൽ വെക്കും ഈ പൂജ ചെയ്യുന്നതിന് മുമ്പ്. ഇയാളെ വിചാരം എന്താ വെച്ചാൽ ഇതിപ്പോ ഒരു ആചാരമാണ്, ഇത് ഇങ്ങനെ ചെയ്താലേ
ഈ ഇതിനൊക്കെ ഒരു ഫലം കിട്ടുമെന്നുള്ളൊരു വിചാരം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നറിയോ, പിന്നെ മോനായപ്പോ മോൻ എന്ത് ചെയ്യാൻ തുടങ്ങി, മോനെ ലിസ്റ്റിൽ എഴുതിയത് കറുത്ത പൂച്ചൊന്ന് വെളുത്ത ചരടും. അപ്പോ ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, അങ്ങനെ നമ്മള് ഗതാനുഗതിക ലോക പാരമാർത്ഥിക നമ്മള് പിന്നെ ആനേനെ കണ്ടതുപോലെയോ ഒരു നമുക്ക് സ്വന്തം കണ്ണുണ്ട്, നമ്മളത് കണ്ണടയ്ക്കുക, എന്നിട്ട് അന്തന്റെ വയ്യാതെ പോവുക, എന്നിട്ട് പോയിട്ട് കുഴിച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്യരുത്. അപ്പോ ഋഷി പരമ്പരയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അനുസന്ധാനം ചെയ്യാവൂ. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമ്മളറിയാം, കേരളത്തില് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഡൈവേഴ്സ് നടക്കുന്ന 2 ജില്ലകൾ നിങ്ങൾക്കറിയാം. ഒന്ന് കാസർഗോഡ്, മറ്റത് വയനാട്. 2000 വെച്ചേ ഉള്ളൂ വർഷം. വയനാടിനെ പറ്റി നിങ്ങൾക്കറിയാം, അവിടെ വിമോചനം നടത്തുന്നതൊക്കെ ആരാന്നൊക്കെ നിങ്ങൾക്കറിയാം. കാസർഗോഡ് ആരാന്ന് നിങ്ങൾക്കറിയാം. സാമാന്യ ബുദ്ധിയുള്ളവരോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഈ 2 ജില്ലയിൽ ഏറ്റവും കുറവ് എത്രയാ? 2000. ഇപ്പൊ മറ്റേ ജില്ലയിലെ കഥയൊക്കെ ഏതാണ്ട് ഊഹിച്ചാൽ അറിയാലോ. 1964 കേരളത്തിൽ 2 മെന്റൽ ഹോസ്പിറ്റലേ ഉള്ളൂ. ഒന്ന് ഉളമ്പാറയും മറ്റൊന്ന് കുതിരവട്ടം. ഇന്ന് നാട്ടിലെല്ലാവർക്കും വിദ്യാഭ്യാസമാണ്. തട്ടുന്നവരൊക്കെ MSc, BSc, എഞ്ചിനീയർ, ഡോക്ടർ. വെറുതെ തട്ടിയത് എന്താ ഡോക്ടർ എന്നൊക്കെ എന്നെ പേടി. ഈ ഡോക്ടർമാരെയൊക്കെ കണ്ട് ആകെ പേടിച്ചിരിക്കണം. കാരണം അത്രയും ഡോക്ടർമാര്, ഇത്രയും പേഷ്യൻസ് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ ഇനിയിപ്പോ ഒരു 5-10 കൊല്ലോടി കഴിഞ്ഞാൽ നാട്ടിൽ നിറച്ച് ഡോക്ടർമാരായി. അപ്പോ ഇതൊക്കെ ഒരു സാമൂഹ്യ ശാസ്ത്രത്തിന്റെ അനുസരണമാണ് വേണ്ടത്. ഇത്ര രോഗികളുണ്ട്, അതിൽ ഇത്ര % ഡോക്ടർമാർ വേണം എന്നൊക്കെ കണക്ക് നോക്കിയാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ അങ്ങനെ സാമൂഹ്യ ശാസ്ത്രം സോഷ്യോളജി ഒന്നും പഠിപ്പിക്കുന്ന പരിപാടിയില്ല. അഥവാ ആരെങ്കിലും സോഷ്യോളജി എടുത്താൽ തന്നെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് സോഷ്യോളജി പഠിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് 64-ൽ 2 മെന്റൽ ഹോസ്പിറ്റൽ. 64 ശേഷം 2014 ദൂരത്തിനിടയിൽ നാട്ടിലുള്ളവരൊക്കെ MSc ഫിസിക്സ്, കെമിസ്ട്രി, PhD, ജനോം പ്രൊജക്ട് പഠിച്ചവര്, മൈക്രോബയോളജി പഠിച്ചവര്, അല്ലാത്തവർ ഈ നാട്ടിൽ കാണാൻ തന്നെ പ്രയാസം. അറിയാവുന്ന പേരൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നാവിൽ വഴങ്ങാത്ത എന്തൊക്കെയോ പേരുകൾ വേറെ ഉണ്ട് കോഴ്സ്. ഇതെല്ലാം കൂടിയപ്പോ നാട്ടിൽ 33 മെന്റൽ ഹോസ്പിറ്റൽ. പോകുന്ന എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ഒരു സൈക്കാട്രി വാർഡും. ഇവിടെ ഒന്നും ബെഡ് കിട്ടാനില്ല. ഇതൊന്നും പോരാതെ കുട്ടികളുടെ മാനസികമായ പ്രയാസങ്ങളെയും ഞരമ്പ് രോഗങ്ങളെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി 3 ICCOA ഐക്കോൺസ് കേരളത്തിൽ. എല്ലാവർക്കും പരീക്ഷ പേടി അകറ്റാൻ വേണ്ടി പ്രത്യേക കൗൺസിലിംഗ് ഉണ്ട്. ആ കൗൺസിലിംഗ് നടത്തുന്നതിൽ ഞാൻ ഉൾപ്പെടെയുള്ള അൺഓതറൈസ്ഡ് കൗൺസിലേഴ്സും ഉണ്ട്. എന്നെ പോലെ ഞാൻ നടത്തില്ല കൗൺസിലിംഗ്. എനിക്ക് കൗൺസിലിംഗ് ഒന്നും അറിയില്ല. എന്നെ ആരെയും കൗൺസിൽ ചെയ്യാന്നല്ലാതെ എന്നെ എല്ലാവരും കൂടി വന്ന് കൗൺസിലിംഗ് ചെയ്യും. ഞാൻ ആ കൗൺസിലിംഗ് ഒക്കെ കയറും. എന്നിട്ട് അവസാനം എനിക്ക് തലയ്ക്ക് വട്ടായിട്ട് ഞാനിങ്ങനെ ഇറങ്ങുന്നതാണ്. അങ്ങനെയാണ് കാശ്യപാശ്രമം ഉണ്ടായതെന്ന് വേണേൽ പറയാം. അപ്പോ ഈ നോക്കൂ, ആര് കൗൺസിൽ ചെയ്യണം, എങ്ങനെ കൗൺസിൽ ചെയ്യണം എന്നതിന് കൃത്യമായ നിയമമുണ്ട്. ആ നിയമം നടപ്പിലാക്കേണ്ട ബാധ്യതയുണ്ട്. എന്നാൽ അതൊന്നും ചെയ്യാതെ കേവലം മന്ത്രവാദത്തിന്റെയും കേവലമായ മറ്റ് ഉപദേശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പരിപാടികൾ നടക്കുമ്പോഴാണ് ഗർഭിണി മരിക്കുന്നതും മറ്റുള്ളവർക്കെതിരെ പ്രയാസങ്ങൾ ഉണ്ടാവുന്നതൊക്കെ ഇങ്ങനെയാണ്. കാരണം ഇതിനൊക്കെ ഓതറൈസ്ഡ് ആയ നിയമങ്ങൾ വേണം. യാതൊരു സംശയവും ഇക്കാര്യത്തിലില്ല. ഈ കാര്യങ്ങൾ കൃത്യത ഇല്ലാത്തതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം മാനസിക രോഗികളും ഡൈവോഴ്സുകളും ഉണ്ടാകുന്നത് എന്ന് പഠിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്. അടിസ്ഥാന പ്രശ്നം എന്താണ്? എന്റെ മനസ്സിന്, എനിക്ക് പണ്ടൊരു അമ്മ ഉണ്ട്. എന്റെ അമ്മ എന്നോട് എനിക്ക് പോലെ ഇതിന് പ്രയാസം, ഞാൻ നേരെ എന്റെ അമ്മയുടെ അടുത്ത് ചെല്ലാം. ഞാൻ ഈ പ്രശ്നമൊന്നും പറയണ്ട. അമ്മയ്ക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയും മോൻ എന്തോ പ്രശ്നമുണ്ടോ. സാരല്ലടാ, നിങ്ങൾ ചായ വേണോ കാപ്പി വേണോ? നല്ല കാപ്പിയാണ് നല്ലതെന്ന് നമുക്കൊരു കാപ്പി ഇട്ടു. എന്താണ് പറ്റിയെന്ന് ചോദിച്ചാൽ തലയിൽ ഒന്നിങ്ങനെ 2 തട്ടോ അല്ലെങ്കിൽ 1 ഒഴിയോ
എന്ത് പറ്റിയട മുടിയൊക്കെ കൊഴിഞ്ഞല്ലോ, നരച്ചല്ലോ നമുക്ക് ചോദിച്ചാൽ നമ്മുടെ പ്രശ്നത്തിന്റെ ഒരു 80% അവിടെ. അത്തരത്തിൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. അമ്മമാർക്കാർക്കും സമയമില്ല, എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പൊ ജോലി ചെയ്യട്ടെ, നല്ല കാര്യം, അതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല, എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. പക്ഷേ നമ്മുടെ ആ അമ്മയ്ക്ക് മാത്രമേ എൻ്റെ മനസ്സിൽ ഈ പൊക്കിൽ കൂടി ഒരു ബന്ധമുണ്ട്. എൻ്റെ സ്വന്തം അച്ഛനുമായിട്ട് പോലും എനിക്ക് അത്രയും ബന്ധപ്പെടാൻ കഴിയും. എൻ്റെ അമ്മയായിട്ടുള്ളൊരു ബന്ധം, ആ ബന്ധം നിലനിർത്തുന്നത് എനിക്കും എൻ്റെ അമ്മയ്ക്കും മാത്രം കഴിയുന്നത്. ഒരാൾക്കും അത് സാധിക്കില്ല. കാരണം ഒരു ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഒരു അയൽപക്കക്കാരനോ അല്ലെങ്കിൽ അയൽപക്കക്കാരിക്കോ ആർക്കും അത് സാധിക്കും. അച്ഛന് പോലും ഒരു പരിധിയുണ്ട്. പക്ഷേ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഇന്ന് നമുക്ക് തീർത്തും നഷ്ടപ്പെട്ടത്. അന്ന് അമ്മമാര് നമ്മളെ അടുത്തിരുത്തിയിട്ട് നമ്മളെ കൊണ്ട് ഒരു സന്ധ്യാനാമൊക്കെ ചൊല്ലിക്കും. ആ സന്ധ്യാനാമൊക്കെ ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖം വരാൻ, ഒരു താളം വരാൻ. അപ്പൊ തന്നെ നമ്മൾ കുറെ ഫ്രസ്ട്രേഷൻസ്, നമ്മളെ കുറെ പ്രതിസന്ധികൾ അതിനെയൊക്കെ ഒഴുകി. അപ്പൊ നമ്മൾ ഇതോടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രാചീന കാലത്ത് ഋഷിമാര് 2 നേരം ബ്രഹ്മയജ്ഞം ചെയ്യും. ഗായത്രി ഉൾപ്പെടുന്ന മന്ത്രങ്ങൾ ചൊല്ലും. നമുക്ക് നമ്മളെ പ്രാർത്ഥന ചിലപ്പോൾ പലപ്പോഴും എനിക്ക് മാർക്ക് കിട്ടണേ, എന്നാ ഞാൻ 100 എണ്ണം തരാം. ഭഗവാൻ നമ്മളെ 100 എണ്ണം ടീക്ക് വേണ്ടേ? അപ്പൊ പിന്നെ നമ്മളെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണല്ലോ. ഭഗവാനോട് ഓരോ പ്രാർത്ഥന ഉണ്ട് നമുക്ക്. ആ പ്രാർത്ഥന കേട്ടാല് നല്ല ചിരി വരും. നമ്മൾ ഈ ഗുരുവായൂർ സൈഡിലൊക്കെ പോയി നിന്നാല് അത് വളരെ രസകരമായിട്ട് ആസ്വദിക്കാവുന്നതാണ്. കാരണം ഞാൻ നേർത്തുണ്ട്, ലോട്ടറി അടിച്ചാല് 2 റുപ്യ ഭഗവാൻ കൊടുക്കാം. നമ്മൾ 2 ലക്ഷം ഒന്നുമില്ല, 2 റുപ്യ, എന്നിട്ട് വേണം ഇവര് ലോട്ടറി അടിക്കാൻ. അപ്പോ കസ്യസിദ്ധനം, ഇതാരുടെ ധനമാണ് എന്ന ഉപനിഷത്ത് ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ധനവും ഈശ്വരന്റെയാണ്. നമ്മളൊക്കെ കസ്റ്റോഡിയൻസ് ആണ്. വി ആർ ഓൾ കസ്റ്റോഡിയൻസ്. നമ്മൾ തൽക്കാലത്തേക്ക് അത് ഉപയോഗിക്കാൻ നമുക്ക് തന്നതാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നല്ലാതെ നമുക്കത് കൊണ്ടുപോകാൻ കഴിയില്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചപ്പോ നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും കുറയോ കൂടുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിച്ചപ്പോ കുറെ ആക്രമണകാരികൾ വന്നിട്ട് കുറെ ഭൂമി വർദ്ധിപ്പിച്ചോ? ഒരു 5 ഏക്കർ സ്ഥലം കൂടിയിട്ടപ്പോ 10 ഏക്കർ കുറഞ്ഞോ? ഇല്ല. ഈ ഭൂമി അങ്ങനെ തന്നെ ഉണ്ട്. ഇവിടുന്ന് നിങ്ങൾ ഉണ്ടാക്കിയതൊന്നും നിങ്ങൾ കൊണ്ടുപോയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു ഷാജഹാൻ. Most richest man in the whole world was once Shahjahan. Who is he now? Who is his descendants now? Where is his family? Where is his relatives? They are selling some tea. ചായ വിൽപ്പനക്കാരാണ്. നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും ആത്യന്തികമല്ല. ആദ്യമായി മനസ്സിന് സമാധാനം വേണം, സ്വസ്ഥത വേണം. അതിന് നമുക്ക് 2 നേരം സന്ധ്യാവന്ദനം ചെയ്തേ പറ്റൂ. അഗ്നിഹോത്രം ചെയ്യണം, ബ്രഹ്മയജ്ഞം ചെയ്യണം, ഗായത്രി മന്ത്രം കൊണ്ട് തന്നെ ചെയ്യണം. നമ്മുടെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ. നേരത്തെ നമ്മുടെ ഐശ്വര്യ ആശ്രമത്തിലെ കുട്ടിയാണ്. അവള് നേരത്തെ പറഞ്ഞു ഭാരതം എന്ന പേര്, ഭാരതം എന്ന് പറഞ്ഞു. വിശ്വാമിത്രസ്യ രക്ഷതി ബ്രഹ്മേദം ഭാരതം ജനം. വിശ്വാമിത്രനാൽ രക്ഷിക്കപ്പെടുന്ന ഭാരതത്തിലെ ജനങ്ങൾ. ഋഗ്വേദം. ഭാരതം, ഭാസിൽ രമിക്കുക, ജ്ഞാനപ്രകാശത്തിൽ രമിക്കുന്നവരുടെ ഭൂമിയാണ് ഭാരതം. ഈ ജ്ഞാനപ്രകാശത്തിൽ രമിക്കുന്ന ഈ ഭാരതത്തിൽ നമുക്ക് അനിവാര്യമായി വേണ്ടത് ബുദ്ധിയാണ്. ധിയോ യോന പ്രചോദയാ. നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രമുഖമായ പ്രാർത്ഥന ധിയോ യോന പ്രചോദയാ, ഞങ്ങൾക്ക് ബുദ്ധി വർദ്ധിക്കട്ടെ. എന്നിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നു. നമ്മൾ ദിവസവും രാവിലെ പറയണം. ഞങ്ങൾ ദിവസവും നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ഒരു മന്ത്രമാണ് പശ്യേമ ശരദശതം. കണ്ടുകൊണ്ട് 100 കൊല്ലം ജീവിക്കുക. ജീവേമ ശരദശതം. ജീവിക്കുകയാണെങ്കിൽ 100 കൊല്ലം. പ്രബ്രവാമ ശരദശതം. പറഞ്ഞുകൊണ്ട് 100 വർഷം. ശ്രൂയാമ ശരദശതം. കേട്ടുകൊണ്ട് 100 വർഷം ജീവിക്കുകയാണെങ്കിൽ പൂർണ്ണായുസ്സോടുകൂടി 100 വർഷം ജീവിക്കണം. ഇന്ന് വിദ്യാർത്ഥികളിലെ വലിയ ടെൻഷനുകളെ കുറിച്ച് പറയാറുണ്ട്. പ്രധാനമായ
പ്രധാനമായും വിദ്യാർത്ഥികളുടെ ടെൻഷനുകൾക്ക് കാരണം ബ്രഹ്മചര്യത്തിന്റെ അഭാവമാണ്. നമ്മുടെ ധാരാളം പ്രസംഗങ്ങളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആധ്യാത്മിക പ്രഭാഷണങ്ങളിൽ ആരും തന്റെ പ്രഭാഷണത്തിന് ആള് വരാൻ മടിക്കുമോ എന്ന് ഭയന്ന് ബ്രഹ്മചര്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാറില്ല. 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ, നന്നായി പഠിക്കുന്ന കുട്ടികൾ 8, 9 എത്തുമ്പോഴേക്കും വളരെ തളർന്ന് ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അവരിൽ ബ്രഹ്മചര്യത്തിന്റെ അഭാവമുണ്ട്. ബ്രഹ്മചര്യ പ്രതിഷ്ഠായ വീര്യലാഭ എന്ന് പതഞ്ജലി മുനി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്മൃതി ഉണ്ടാവണമെങ്കിൽ, സ്മൃതി ബുദ്ധിശക്തി ഉണ്ടാകണമെങ്കിൽ, ഓർമ്മയുണ്ടാകണമെങ്കിൽ ബ്രഹ്മചര്യം പാലിച്ചേ പറ്റൂ. അത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സ്വീകരിക്കുന്ന ബ്രഹ്മചര്യമാണ് ഒരു മനുഷ്യനെ അവസാന കാലം വരെ കൃത്യമായ ബുദ്ധിയിൽ നിർത്തുന്നത്. പലരും ചോദിക്കാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട്, എവിടെയോ നാട്ടിലൊക്കെ പ്രസംഗിക്കാൻ പോകും, പ്രസംഗിക്കാൻ പോയിട്ട് അവിടുന്ന് പരിചയപ്പെടും, പിന്നെ കുറെ കാലം കഴിഞ്ഞ് എന്നോട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് പേര് പറയും. അപ്പൊ എന്നോട് ചോദിക്കും, അതെങ്ങനെയാണ് ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ ഓർത്തെടുത്തത്? പ്രത്യേകിച്ച് കഴിവൊന്നുമല്ല, ബ്രഹ്മചര്യം പാലിക്കേണ്ടപ്പോൾ ബ്രഹ്മചര്യം പാലിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ബ്രഹ്മചര്യം പാലിക്കണം. ചരകൻ കൃത്യമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓജസ് തേജസ്തു ധാതൂനാം ശുക്ലാം ദാനം പരസ്മൃതം. ചരകൻ പറഞ്ഞതാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ബ്രഹ്മചര്യ പരിരക്ഷണം. ഇത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. ഇത് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അതിന്റെ പ്രാധാന്യം ബോധിപ്പിക്കണം. അത് ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകം യൂത്തിന് ക്യാമ്പൊക്കെ ഉണ്ട്. ആ ക്യാമ്പിൽ ഞങ്ങൾ കൃത്യമായി ഇത് പഠിപ്പിച്ചു വെക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോ അയാളുടെ കണ്ണുകളിൽ മാറ്റം വരുന്നത് കാണാം. ഓജസ്സില് വാണിയിൽ ഓജസ് വരും, വാണിയിൽ ഓജസ് വരണം. വാക്ക് വെറുതെ ചെതറിപ്പോകരുത്. വാക്ക് ചെതറിപ്പോയാൽ അന്ധകർണങ്ങൾ, എന്താ പറയാ, ബധിരകർണങ്ങളിലാണ് ബധിക്കുക. നമ്മൾ പറയുന്ന വാക്ക് ഒരു അസ്ത്രത്തെ പോലെയാണ്. അസ്ത്രം എഴുതാൽ കറക്റ്റായിട്ട് അതവിടെ കൊള്ളണമെങ്കിൽ നിങ്ങൾ ഏത് പദം ഉപയോഗിക്കണം എന്ന് അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ വരണം. ചിലർ പറയാറുണ്ട്, ചിലൊന്ന് കൊള്ളിച്ചു പറയുന്നത്, പറഞ്ഞു അപ്പൊ പറയും, അതെന്താ കൊള്ളിച്ചു പറഞ്ഞാണല്ലോ, അത് എന്നെ നോക്കി പറഞ്ഞാണ്, എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത് എന്ന് ജഗതി പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞതുപോലെ പറയാൻ തോന്നും. ചിലരുടെ വാക്കുകൾ കൃത്യമായി ഇവിടെ വന്ന് പതിക്കണമെങ്കിൽ ബ്രഹ്മചര്യത്തിന്റെ ഓജസ് വേണം. ഓജസ്സുള്ള വാണി മാത്രമാണ് കർണങ്ങളിൽ അർത്ഥത്തെ കൃത്യമായി പ്രതിഭാസിപ്പിക്കുക. അപ്പോ പറഞ്ഞു വന്നത്, വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന സന്ധ്യാവന്തനാദി ബ്രഹ്മയജ്ഞം തുടങ്ങിയവ ചെയ്യണം. അത് ചെയ്താൽ മനസ്സമാധാനം ഉണ്ടാകാൻ തുടങ്ങും, കുട്ടികൾക്ക് ഒരു മാറ്റം വരാൻ തുടങ്ങും, സുഖാനുഭവിക്കാൻ തുടങ്ങും. രണ്ടാമതായി ചെയ്യേണ്ടത് അഗ്നിഹോത്രമാണ്. ശ്രീകൃഷ്ണൻ സന്ധിക്ക് വേണ്ടി പോവുകയാണ്. ആരുടേക്ക്? ദുര്യോധനന്റെ അടുത്തേക്ക്. പോകുന്ന വഴി വൈകുന്നേരമായി. പറഞ്ഞോ, തേര് നിർത്തൂ, സന്ധ്യയായി, അഗ്നിഹോത്രവും സന്ധ്യാവന്ദനവും ചെയ്ത ശേഷം യാത്ര തുടരാം. ശ്രീകൃഷ്ണൻ ഒരു കാലത്ത് ചെയ്ത ആ അനുഷ്ഠാനം സനാതന ധർമ്മത്തിന്റെ അനുഷ്ഠാനമാണ്. വളരെ കൃത്യമായി ചാണക്യൻ അത് പറയുന്നുണ്ട്. ചാണക്യനോട് ചോദിച്ചു, ചാണക്യൻ അറിയാം, നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ചാണക്യനെ കുറിച്ച് പറയുന്നത് ഈസ് ദ മാക്ഷിവല്ലി ഓഫ് ഇന്ത്യ. മാക്ഷിവല്ലിയെ കുറിച്ച് പറയുന്നത് ഈസ് ദ ചാണക്യ ഓഫ് യൂറോപ്പ് എന്നാണ്. ആ രാഷ്ട്രതന്ത്രജ്ഞനായ ചാണക്യൻ പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിച്ചതാണ്. രാത്രി 10-12 മണി, ഒരു 3-3:30 ആയപ്പോ നടക്കണേ, 3:30 ആയപ്പോ ഒരാൾ കണ്ടു, ചോദിച്ചു, എന്താണ് അങ്ങിങ്ങനെ നടക്കുന്നത്, എവിടേക്കാണ് പോകുന്നത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ശ്മശാനം നോക്കി നടക്കുകയാണ്. അപ്പൊ ശ്മശാനമോ? നമ്മുടെ ഹിന്ദുക്കള്, നമ്മുടെ സനാതന ധർമാനുയായികൾ, വൈദിക ധർമാനുയായികൾ, നമ്മൾ ഒരിക്കലും ഈ തരത്തിൽ ശ്മശാനം നഗരഹൃദയങ്ങളിൽ പണിയാറില്ല എന്നറിയില്ലേ? കാരണം ലോകത്തിൽ ഏറ്റവും ശുചിത്വമുള്ളവരാണ് സനാതന ധർമാനുയായികൾ, വൈദികർ. അവര് ഉദാഹരണത്തിന് ഇപ്പോ
കൈ കഴുകുന്നതൊക്കെ ഉണ്ട്. നമ്മള് ശുചിത്വം, ശൗചം ചെയ്തു കഴിഞ്ഞാൽ കൈ കഴുകും, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകും, ആ ഭാഗങ്ങളൊക്കെ, മുഖ്യ ഭാഗങ്ങളൊക്കെ കഴുകും. ഇതൊക്കെ ഒരു വ്യവസ്ഥയാണ്. അതൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ധാരാളം രോഗങ്ങളുണ്ട്. ആ പറയുന്ന ശൗചവിദ്യകൾ സ്മൃതിയിലുണ്ട്. എന്നാൽ ഇന്നിപ്പോ നമ്മൾ അങ്ങനെയൊന്നല്ല കേട്ടോ. ഇന്നിപ്പോ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് വിദേശികളൊക്കെ വരുമ്പോ ടോയ്ലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അവ വന്നാൽ അവന് കൈ കൊടുക്കാൻ 150 ആളാ ഹലോ 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 എന്ന് ചോദിച്ചിട്ട്. ഇവിടുന്ന് ആരെങ്കിലും പറയാണ് മനുസ്മൃതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ശൗചം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ അന്ധവിശ്വാസം. ഇതൊക്കെ വളരെ നല്ല സയന്റിഫിക് ആയ വിശ്വാസം. എന്നിട്ട് വേണം രോഗം വന്ന് കിടക്കാൻ. നാട്ടിലുള്ള എല്ലാ രോഗങ്ങളും ഈ നാട്ടിലേക്ക് കയറ്റി അയക്കാൻ കാരണം നമ്മളാണ്. 2 നേരം കുളിക്കുമായിരുന്നു നമ്മൾ. 2 നേരം കുളിക്കും, പുറത്തു പോയി വന്നാൽ കുളിക്കും. ഇന്ന് കുളിക്കാറുണ്ടോ? ഇന്ന് നാളെ കുളിക്കാറുണ്ടോ? എല്ലാം കൂടി കുളിച്ചാൽ പറയുന്നു. എന്തായാലും ഇപ്പൊ അങ്ങനെയല്ലേ. വിദേശിയായ ഒരു പ്രഭു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലേക്ക് വന്നപ്പോ അദ്ദേഹത്തോട് അവിടുത്തെ ഭൃത്യൻ ചോദിച്ചു, അത് കുളിക്കുന്നില്ലേ? ഓ, അത് ഞാൻ 1 മാസം മുമ്പ് അവിടെ വരുമ്പോൾ കുളിച്ചിട്ടല്ലേ വന്നത്. 1 മാസം മുമ്പ് കുളിച്ചിട്ടാ വന്നതെന്ന്. അതാണ് അവന്റെ സംസ്കാരം. അവൻ പല്ല് തേക്കാറില്ല, അറിയാമോ? അവര് പല്ല് തേക്കാറില്ല. പല്ല് തേക്കുക എന്ന പരിപാടി ഇന്ത്യയിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് കോൾഗേറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഒക്കെ ഇന്ത്യയിൽ ബ്രഷ് ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയത്. അല്ലാണ്ട് അവിടെ ആരൊക്കെ എങ്ങനെ ചെയ്യുന്ന പറയും. ഇപ്പോഴും എന്താ ചെയ്യുന്നറിയോ? ഇപ്പോ ഒരു തരം വെള്ളമുണ്ട്, ആ വെള്ളം എടുത്തിരും. കൈ കഴുകാറില്ല. കൈ കഴുകുന്നതിന് പകരം ഒരു സാധനമുണ്ട്, അതെങ്ങനെയാക്കും? ആക്കിയാൽ കൈ കഴുകി. കുറെ ആളൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ്. കാരണം ഈ അമേരിക്കയിലും വിദേശത്തൊക്കെ പോയവരുണ്ട്, ഓരോരുത്തരുടെ അനുഭവം കൊണ്ടാണ് ഇവർ ഇരുന്ന് ചിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് കൈ കഴുകില്ല. ഇതൊക്കെ ശരിയാണ്. ഹാൻഡ് സാനിറ്റൈസർ എന്നൊരു വസ്തുണ്ട്, കണ്ടിട്ടുണ്ടാവും. ഈ സാധനങ്ങളൊക്കെ തന്നിട്ട് കൈ തന്നാൽ 4 കൈയും കിട്ടി സ്വീകരിക്കുകയും രോഗങ്ങൾ മുഴുവൻ പോക്കറ്റിലിട്ട് നടക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ ശുചിത്വത്തിന്റെ പ്രാധാന്യം, കൃത്യനിഷ്ഠയുടെയും സമയനിഷ്ഠത്തിന്റെയും പ്രാധാന്യം വൈദികമായി തന്നെ പഠിക്കണം. അഗ്നിഹോത്രം ദിവസം ചെയ്യണം. കാരണം അത് ശ്രീരാമൻ ചെയ്തിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വലിയ ഒരു പാട്ട് കേൾക്കാറുണ്ടല്ലോ, രാവിലെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ വെക്കാറുണ്ട്, ക്ഷേത്രങ്ങളിൽ വെക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, കൗസല്യ സുപ്രജ രാമ പൂർവസന്ധ്യ പ്രവർത്തതേ. പൂർവസന്ധ്യ, രാമനോട് കൗസല്യാപുത്രനായ ഹേ രാമ, നീ രാവിലെ എഴുന്നേറ്റിട്ട് സന്ധ്യാവന്ദനം ചെയ്യൂ എന്ന്. അത് വേണ്ട? സനാതന ധർമ്മത്തിന്റെ ആധാരമായ സന്ധ്യാവന്ദനം വേണ്ടേ? അഗ്നിഹോത്രം വേണ്ടേ? അഗ്നിയാണ് സർവ്വതുള്ളത്. അഗ്നിയായ സുബധാരായേ, നമ്മ നല്ല വഴിയിലേക്ക് ഹേ അഗ്നി ഞങ്ങളെ നയിച്ചാലും എന്ന് പറയുന്ന വേദമന്ത്രം, ഉപനിഷത്ത് മന്ത്രം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ അഗ്നി പ്രജ്വലനം നടത്തിയിരിക്കുന്നത്. കേവലം അഗ്നിയല്ല, അത് അഗ്നിർഭവതി അഗ്നി. ആ അഗ്നി നമ്മെ മുന്നോട്ട് നയിക്കുന്ന പരമേശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് പ്രതിദിനം സായം വൈകുന്നേരങ്ങളിലും പ്രാതഃ രാവിലെയും അഗ്നിഹോത്രം നിശ്ചയമായും ചെയ്തിരിക്കണം. 3ാമത്, നമ്മുടെ ജീവനോടെ ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് ഇതിൽ പറയുന്നത്, ഒരാൾ ജനിച്ചാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ മരിക്കും. നമ്മളാ മുഷിഞ്ഞ ഷർട്ട് മാറ്റുന്നത് പോലെയാണ് ഷർട്ട് മാറ്റും, ശരീരം മാറ്റും. നമ്മൾ എന്തായാലും ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജീവന്റെ യാത്ര എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും, 2 പുൽനാമ്പുകളിലൂടെ ഒരു പുഴു സഞ്ചരിക്കുന്നത് പോലെ ഒരു ശരീരത്തിൽ നിന്ന് എങ്ങനെ ജീവന്റെ ഗതി എന്നതിനെ കുറിച്ചൊക്കെ ഉപനിഷത്തുകളിലുണ്ട്. പ്രശ്നോപനിഷത്തിലുണ്ട്, മുണ്ടകോപനിഷത്തിലുണ്ട്, ഐതരയോപനിഷത്തിലുണ്ട്. അപ്പോ ആ ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന ജീവന്റെ ഗതി വേദങ്ങളിലുണ്ട്. ആ പറയുന്ന ഗതി അനുസരിച്ച് ജീവൻ പുനർജനിക്കുമെന്ന് ഉറപ്പ്. അപ്പൊ പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതും ഗീതയ്ക്കും ശ്രീകൃഷ്ണനും വിരുദ്ധമാണ്. ഇനി ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിക്കാം. ശേഷം ചിന്ത്യം. എന്തുകൊണ്ടെന്നാൽ ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും, പുനർജന്മം നിശ്ചയം. അപ്പോൾ പുനർജന്മം ഉണ്ടായിരിക്കെ
ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ട ശ്രാദ്ധവും തർപ്പണവും ചെയ്യണം. എന്താണ് ഈ ശ്രാദ്ധ തർപ്പണം? രണ്ടെണ്ണം. ഒന്ന് ശ്രാദ്ധവും മറ്റൊന്ന് തർപ്പണം. ശ്രദ്ധയോടുകൂടി അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. ശ്രാദ്ധം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. എന്റെ നാട്ടിൽ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാല് അയാൾക്ക് 7 മക്കളാ, 7 ആളും വിദേശത്താ, നോക്കാൻ ഞാനുണ്ട് പറഞ്ഞു. സാർ ഞാൻ വിളിച്ചു ദിവസം ഒരാളെ വിളിച്ചു, അമേരിക്കയിലേക്ക് വിളിച്ചു. നിങ്ങൾ അച്ഛൻ മരിക്കാൻ കഴിഞ്ഞാൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. മരിച്ചിട്ട് നമ്മൾ പറഞ്ഞോളൂ, എന്നാ പിന്നെ അന്ത്യകർമ്മോട് ചെയ്തു കൊണ്ട് പോരാലോ. ഞാൻ പിന്നെ വളരെ സുഖകരമായ കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു, ഡിക്ഷണറി ഉള്ളതും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കൊണ്ട് ഗുണമുണ്ടായി. 5-ാം ദിവസം മുമ്പ് ഇവിടെ എത്തി. മോനെ കണ്ടുകൊണ്ട് മരിക്കാൻ ഒരു യോഗ അയാളുണ്ടായി. നോക്കൂ, അമ്മയെ കുറിച്ച്, അമ്മയുടെ മഹത്വത്തെ കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. അതേപോലെ മാതൃമാൻ, പിതൃമാൻ, ആചാര്യമാൻ, പുരുഷോവേദ എന്നിങ്ങനെയൊക്കെ സ്മൃതികളിലായാലും ഉപനിഷത്തുകളിലായാലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതെല്ലാം വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ശ്രാദ്ധം അനുഷ്ഠിക്കണം. ഇനി ശ്രാദ്ധം ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, വിദേശത്തൊക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യും? നോക്കാൻ പറ്റുന്ന മക്കൾ മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്കോ നേരിട്ടോ പണമോ മരുന്നോ വസ്ത്രമോ ധനമോ പെൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് കൊടുക്കുന്നതിനെ തർപ്പണം എന്ന് പറയും. അതാണ് തർപ്പണം. മരുന്നൊക്കെ എത്തിച്ചു കൊടുക്കുക ഒക്കെ ചെയ്തിരിക്കണം. ജീവനോടിരിക്കുമ്പോൾ ചെയ്യണം. കൂടുതൽ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നു. അടുത്തതാണ് അതിഥി യജ്ഞം. തിഥി നോക്കാതെ വരുന്നവരാണ് അതിഥി. അവർ വേദത്തിലായിരിക്കണം. വരുന്നവരൊക്കെ കാപ്പിയും ചായയും ബിസ്ക്കറ്റും കൊടുക്കുന്ന അതിഥി യജ്ഞമൊന്നുമല്ല. അതൊക്കെ തമാശ അർത്ഥത്തിലാണ്. വരുന്നവരൊക്കെ അവർ കാപ്പി കുടിക്കാം, ചായ കുടിക്കാം, പണ്ടൊക്കെ പറയുന്നത്. ഇപ്പൊ അതൊന്നും പറയാറില്ല. ഇപ്പണ്ടൊക്കെ ഞാനൊരു വീട്ടിൽ പോയപ്പോ, പണ്ട് ഞാനൊരു വീട്ടിൽ പോയിരുന്നു. ആ വീട്ടിൽ പോയപ്പോ അന്നത്തെ മുത്തശ്ശി എന്നോട് പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചിട്ടേ ഇവിടുന്ന് പോകും, നീ കഴിക്കാതെ ഒന്ന് പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ ഞാൻ കുറെ കാലത്തിന് ശേഷം അടുത്ത കാലത്ത് ഭാര്യനെ കൂട്ടി പോകും പറഞ്ഞു, നമ്മൾ പുറത്തൊന്നും കഴിക്കേണ്ട, അവര് നമ്മളെ ഭക്ഷണം കഴിക്കാതെ വിടില്ല. പോയി ചെന്ന് നോക്കുമ്പോ അയാമ മരിച്ചു വരും. അപ്പോ അവിടെയുള്ള മോൻ പറഞ്ഞു, ഞങ്ങൾ 2 ആഴ്ചയുള്ള ഊണേ ഇവിടെ ഉള്ളൂ, നിങ്ങൾക്ക് വേണേ തരാ, തന്നാ ഞങ്ങൾ ബുദ്ധിമുട്ടിലാവും. അപ്പൊ ഞാൻ പറഞ്ഞേ ഞങ്ങൾ ഊണ് കഴിക്കാം. വന്ന വഴിക്ക് ടയർ പഞ്ചറായപ്പോ ഇങ്ങോട്ട് കയറിയെന്നല്ലാണ്ടേ ഇത് അങ്ങനെ നിലയിലേക്ക് നമ്മളിപ്പോ മാറി. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇയാളത്തിന് വല്ല സ്ഥലത്തും വലിയ പോകണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തിന്റെ മാറ്റത്തെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ പറയാൻ കാരണം. നമ്മള് അതിഥിയായി വരുന്ന സന്യാസിമാരെ, അതിഥിയായി വരുന്ന വേദജ്ഞന്മാരെ തിഥി നോക്കാതെ, തിഥി എന്ന് പറഞ്ഞാല് ഏകാദശി, ത്രയോദശി, പഞ്ചദശി, ദശി തിഥി, ആ തിഥി നോക്കാതെ വീട്ടിൽ വരുന്ന വേദജ്ഞന്മാരും സന്യാസിമാരും അവരെ അർഘ്യപാദ്യ പൂജാദികളോടെ സ്വീകരിക്കണം, സംശയമൊന്നുമില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് കഠോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. കഠോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആശ, പ്രതീക്ഷ, സംഗതം എന്നിവ നിഷ്ഫലമായി പോകും എന്ന് പറഞ്ഞാൽ, ഞാൻ ആശിക്കുന്നത് ലഭിക്കില്ല, പ്രതീക്ഷിക്കുന്നത് ലഭിക്കില്ല, കയ്യിൽ കിട്ടിയത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയില്ല. ആശ, പ്രതീക്ഷ, സംഗതം എന്നിവ ഉണ്ടാവില്ല, നശിച്ചു പോകും. എങ്ങനെ? നമ്മുടെ ആശ ഉണ്ടാവും. ഇപ്പോ ഐഫോൺ വാങ്ങണം, അല്ലെങ്കിൽ ഐപാഡ് വാങ്ങണം, തുടങ്ങിയ ആശകൾ ഉണ്ടാവും. ചിലർക്ക് കുട്ടി ഉണ്ടാവണമെന്ന് ആശ ഉണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും. അതായത് ഗർഭിണിയായി ഇനിയിപ്പോ കുട്ടിയെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് മര്യാദ കിട്ടുന്നത് വരെ പ്രതീക്ഷ തന്നെയുള്ളൂ. കിട്ടിയാ കിട്ടി, പോയാ പോയി, അങ്ങനെയല്ലേ? ഇനി സങ്കടം കിട്ടിയാലും അനുഭവത്തിൽ വന്നാലല്ലേ പറയാൻ പറ്റൂ, അല്ലെ? അതുകൊണ്ട് നമ്മൾ പണ്ടുള്ളവർ പറയും, മാമ്പൂ കണ്ടു എന്തോ കൊതിക്കരുതെന്നൊക്കെ പറയും. വലിയ വേറുള്ളവരല്ലേ, അത് കിട്ടേച്ചു. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ, നമ്മള് വേണ്ട രീതിയില് അതിഥികളെ സൽക്കരിക്കണം, അവരുടെ അനുഭവങ്ങളെ പങ്കുവെക്കണം എന്നർത്ഥം. അവസാനത്തത്, നമ്മുടെ ജീവിതത്തിൽ ഹിന്ദു ജനത ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണം പറയാം. അടിസ്ഥാന കാരണം പുരുഷാർത്ഥ ചതുഷ്ടയം എന്ന് പറയുന്ന 4 കാര്യം അത് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഉള്ളത് സംരക്ഷിക്കുക. 10 സെന്റ് സ്ഥലം തന്നാൽ അത് സംരക്ഷിക്കുക. ഇല്ലാത്തത് ഉണ്ടാക്കുക. പുരണ്ടാക്കുക, വീടുണ്ടാക്കുക. 10 കിട്ടി, വീടുണ്ടാക്കുക. ഉള്ളതിനെ വളർത്തുക.
15 സെന്റ് ആക്കുക. അവസാനത്തത് അങ്ങനെയുള്ളതിന്റെ 10-1 ദാനം ചെയ്യുക. ബാക്കി 3 അംഗീകരിക്കും, എനിക്കറിയാം. ബാക്കി അവസാനത്തെ ഒന്ന് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. ഏതായാലും 10-1 ദാനം ചെയ്യാതിരുന്നാൽ അഭിവൃദ്ധി ഉണ്ടാവില്ല, തനിക്കും സമൂഹം. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങൾ ഉൾപ്പെടെ സർവ്വതിനുമായി പ്രതിദിനം ചെയ്യേണ്ട യജ്ഞമാണ് ബലിവൈശ്വദേവ യജ്ഞം. പ്രതിദിനം ചെയ്യണം. അങ്ങനെ 5 യജ്ഞങ്ങൾ നിർബന്ധമായും സനാതന ധർമാനിയായി അനുഷ്ഠിച്ചിരിക്കണം. അത് അനുഷ്ഠിക്കാതിരിക്കുന്നവർ സനാതന ധർമ്മികളല്ല എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നേരാവണ്ണം അനുഭവിച്ച് ജീവിതത്തിൽ സ്വായത്തമാക്കി വരുത്തുക എന്നതാണ് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ ആദ്യം പഠിപ്പിക്കുന്നത്. കൂടാതെ സനാതന ധർമാനുയായികളായ വൈദികർ പണ്ട് കാലത്ത് 16 ക്രിയകൾ ചെയ്തിരുന്നു. ഷോഡശക്രിയ എന്ന് പറയും. അത് ഗർഭാധാനം എന്ന് പറഞ്ഞാൽ നല്ല കുട്ടി ഉണ്ടാകുന്ന മാർഗം. ആ നല്ല കുട്ടിയെ സംസ്കരിക്കുന്നതിന് പുംസവനം, അതിനെ വേണ്ട രീതിയിലുള്ള ബുദ്ധി ലഭിക്കുന്നതിന് വേണ്ടി സീമന്തോന്നയനം, ആ കുട്ടിയെ വീണ്ടും സംസ്കരിക്കുന്നതിന് ജാതകർമ്മം, നിഷ്ക്രമണം, ചൂടാകർമ്മം, കർമ്മവേദം, ഇതൊക്കെ കുട്ടീനെ ശരിയാക്കാനാണ്. ഒരു നല്ല കുട്ടിയെ ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ഞാൻ പറഞ്ഞതല്ല, അല്ലാണ്ട് വെറുതെ ഒരു പരിപാടിയല്ല. നല്ല കുട്ടിയെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ക്രിയകൾ. എന്നിട്ട് അന്നപ്രാശം ചെയ്ത് ഉപനയനം കഴിച്ച് സമാവർത്തനം നടത്തിയിട്ടാണ് ഒരാളെ ഗൃഹസ്ഥനാക്കി വിടുന്നത്. ഇപ്പോ ഗൃഹസ്ഥാശ്രമി അഥവാ നമ്മളിൽ പലരും നല്ല ഗൃഹസ്ഥാശ്രമികളാകണം. അങ്ങനെ നല്ല ഗൃഹസ്ഥാശ്രമികൾ ആവയില്ലെങ്കിൽ നമ്മുടെ സമൂഹം വലിയ പ്രതിസന്ധിയിലാവും. എന്താ കാരണം അറിയോ? എന്റെ കുട്ടികളുണ്ട്, ഞാൻ കല്യാണം കഴിച്ചാളാണേ, ഞാനൊരു സ്വാമിയൊന്നുമല്ല. ഇനി നാളാമത്തെ കാര്യം എന്നെ സ്വാമി എന്ന് വിളിക്കരുത്, ഞാൻ സ്വാമിയല്ല. അപ്പോ ഞാൻ കല്യാണം കഴിച്ച ആളാണ്, 2 കുട്ടികളുണ്ട്. അവര് വന്നിട്ട് പറയുകയാണ്, അച്ഛാ ഫീസ് കൊടുക്കാനായി. ഞാൻ തന്നെ കൊടുക്കട്ടെ. എന്റെ വീടിന്റെ അടുത്ത് ഒരു സന്യാസി മഠമുണ്ട്. അവിടെ എന്തേ പരിപാടി ഉണ്ടെങ്കിൽ അവര് വന്നിട്ട് പറയും ഒരു ഡൊണേഷൻ തരാം. ആ സന്യാസിക്ക് കൊടുക്കേണ്ടത് ആരാണ്? ഞാനല്ലേ. എന്റെ അച്ഛനമ്മമാർ രോഗികളാണ്, അവർക്ക് വേണ്ട ഔഷധങ്ങൾ എത്തിച്ചു കൊടുക്കണം. ആരാ കൊടുക്കണ്ടേ? ഞാനാണ്. അപ്പൊ ഞാൻ ഗൃഹസ്ഥനായ ഞാനാണ് മറ്റ് 3 ആശ്രമങ്ങളുടെയും നാഭി. ആ നാഭിയായ ഞാൻ വേണ്ട രീതിയിലുള്ള പരിശ്രമം ചെയ്ത് വേണ്ടത്ര ധനം സമ്പാദിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം തന്നെ നഷ്ടമായി പോകും. അതുകൊണ്ട് ധനസമ്പാദനം, ആരോഗ്യ സമ്പാദനം, അതേപോലെ സമ്പാദനം എന്നിവ നിർബന്ധമായും നമ്മൾ വേണ്ട രീതിയിൽ അനുഷ്ഠിക്കണം. അതിന് വേണമെങ്കിൽ ഈ കാശ്യപാശ്രമത്തിൽ വന്നിട്ട് നിങ്ങൾ വൈദിക ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ എങ്ങനെയാണ് ഈ ജീവിത രീതി എന്ന് പഠിക്കുക. അതിനു വേണ്ടിയാണ് നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പൊ അവിടെ നല്ല കുട്ടികളെ വളർത്തുന്ന രീതിയാണ് ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം, നിഷ്ക്രമണം, അന്നപ്രാശം, കർണവേദം, അങ്ങനെ കാര്യങ്ങളല്ല. അന്ത്യേഷ്ടി വരെ മരിച്ചു കഴിഞ്ഞാലുള്ള ക്രിയ എന്ന് പറയുന്ന ഒരു ക്രിയ ഇപ്പൊ നടക്കില്ല. ഒരു കുപ്പിയാ നടക്കല്. മുമ്പിൽ ഒരു കുപ്പി നടക്കും, പിന്നിൽ കുറെ ആളും നടക്കും. എന്നിട്ട് അവസാനം എല്ലാം കൂടി അതിൽ വലിച്ചിട്ട് തീയും കൊടുത്ത് അപ്പുറത്ത് പോയിട്ട് 2 അടിച്ച് നീച്ചു പോകും. കല്യാണം എങ്ങനെയാ നടക്കുന്നത്? എന്നാല് ഒരാൾ വന്നിട്ട് പറയാ, നോക്കൂ, കല്യാണമൊക്കെ ആചാര്യം പറഞ്ഞ പോലെ വൈദിക വിധി പ്രകാരം നടത്തണമെന്നുണ്ട്. നടത്തോളിക്കോളും, പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അത് എല്ലാരും പറയുന്നില്ല. നിങ്ങൾ പറയും. അല്ല, എല്ലാരും പറയുകയാണ്. എന്റെ അഭിപ്രായമല്ല. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ. അല്ല, അങ്ങനെയല്ല. ആചാര്യങ്ങൾ പറയുമ്പോൾ ഒരു വിഷമം പറയുമ്പോൾ എനിക്കൊരു വിഷമമില്ല. കാരണം എന്റെ പോക്കറ്റിൽ ഒന്നും ചെലവാകുന്നില്ല. നിങ്ങളെ കല്യാണം എല്ലാരും പറയുന്നത് ചിക്കൻ കൊടുക്കണമെന്നാണ്. നല്ല കാരണം എന്താ? നാട്ടിലെല്ലാവർക്കും രോഗം ഉണ്ടാക്കി കൊടുക്കുന്ന ഏജൻസിയാണിത്. ഏത്? ഈ ചിക്കൻ. ഞങ്ങൾ 5 കൊല്ലം മുമ്പ് പറഞ്ഞു ചിക്കൻ നിരോധിക്കണം. കാരണം ബ്രോയിലർ ചിക്കനുകൾ അതിഭയാനകമായ പ്രതിസന്ധിയാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അതിൽ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പനി വരുന്നു. പലതരത്തിലുള്ള പനി, തക്കാളിപ്പനി, വെണ്ടപ്പനി, കൊരങ്ങൻ പനി, പശുപ്പനി, പന്നിപ്പനി, നാട്ടിലില്ലാത്ത പനിയില്ല. ഈ പനിയെ മുഴുവൻ ആവാഹിച്ച് നിങ്ങളെ തീന്മേശയിൽ എത്തിക്കുന്നവനാണ് ബ്രോയിലർ ചിക്കൻ. ഞങ്ങൾ അന്ന് പുസ്തകം പുറത്തിറങ്ങി.
പുസ്തകം പുറത്തിറക്കിയതാ. ഇവിടെ പുസ്തകമുണ്ട്, മനുഷ്യനെ തിന്നുന്ന കോഴി എന്ന പുസ്തകത്തിന്റെ പേര്. അന്ന് പറഞ്ഞപ്പോ ആരും അത് ചെവിക്കൊണ്ടില്ല. ഇന്ന് നാട്ടിലുള്ള പത്രങ്ങളിൽ മുഴുവൻ വാർത്തയാണ് ആന്റിബയോട്ടിക് ഉണ്ട്, ആന്റിബയോട്ടിക് ഉണ്ട്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഇതിനകത്ത് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നുണ്ട്, യു ഷുഡ് നോട്ട് ഈറ്റ് ഇറ്റ്. ഇത് കഴിച്ചാൽ പെൺകുട്ടികൾ നേരത്തെ പ്രായപൂർത്തിയാവും. അതായത് 3.5 വയസ്സാവുമ്പോഴേക്കും പെൺകുട്ടി പ്രായപൂർത്തിയാവും. 3-4 വയസ്സിൽ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ എങ്ങനെ വളർത്തുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എങ്ങനെ ഒരു അച്ഛന് ആ പെൺകുട്ടിയെ ഒക്കത്ത് തട്ടാൻ പറ്റും? ആലോചിച്ച് നോക്കണം. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന ഹോർമോണുകളാണ്. ആ ഹോർമോൺ ഉപയോഗിച്ചാൽ ജനറ്റിക് മ്യൂട്ടേഷൻസ്, ജനിതകങ്ങൾ വളരെ പെട്ടെന്ന് വലുതായിട്ട് നമ്മുടെ ബയോ ക്ലോക്ക് മാറിപ്പോകും. അപ്പോ കോശങ്ങൾ വളരെ പെട്ടെന്ന് കോഴിക്ക് എങ്ങനെയാണോ വളർന്നത്, 40-45 ദിവസം കൊണ്ട് കോഴിയുടെ ഇത് തീരും, വളർച്ച തീരും. കോഴിയുടെ 30 ദിവസം എത്തിയാൽ ആ കോഴിയെ വളർത്തുന്നത് 4 പെഗ് കഴിച്ചതിന് ശേഷം പാലിലാണ്. മനസ്സിലായില്ല? 4 പെഗ് അടിക്കുന്നവരെ സാധാരണ കോഴി കൊടുക്കും. 4 പെഗ് കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാവില്ല എന്തായിരിക്കുന്നു. അപ്പോ ഈ മൂത്ത ഇറച്ചിയും കൊടുക്കും. അപ്പൊ കടിച്ചു വലിച്ചാലൊന്നും കിട്ടൂല, പ്രശ്നമൊന്നുമില്ല, കിട്ടണമെന്നില്ല. അവിടെയാണ് 35-ാമത്തെ ദിവസം തൊട്ട് ആ കോഴിയെ വിതരണം ചെയ്യുന്നത്. 45-ാമത്തെ ദിവസം ഹാർട്ട് പൊട്ടിയാണ് ഇത് മരിക്കുന്നത്. അതിവിടെയുള്ള ആളുകൾ കഴിച്ചാൽ ഉഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരുമ്പോൾ ഇവിടെ ഒരു ഡോക്ടർ പ്രസംഗിച്ചു, അത് ബീഫ് കഴിച്ചിട്ടാണ്. ബീഫ് കഴിച്ചാൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാണ് നമ്മള് ഈ ഗോമാംസവും ഈ കാളയുടെ മാംസമൊക്കെ തിന്ന് നേരെ ഗുരുവായൂർക്ക് ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞു പോകും. എന്തിനാ തിന്നിട്ട്? ഗോക്കളെ തിന്ന് ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് ഗുരുവായൂർക്ക് പോകുന്ന ഒരു ജനതതി ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാകും? ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങളുടെ നാട്ടില് സംഭവിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. പഞ്ചായത്തിൽ ഒരാൾ പറഞ്ഞു, അയാളുടെ വീട്ടിൽ ഭയങ്കര പ്രതിസന്ധികൾ. ആ പ്രതിസന്ധി തീരാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പ്രശ്നം വെപ്പിച്ചവൻ പറഞ്ഞു 3 പ്രേതങ്ങളുണ്ട്, അതിനെ ആവാഹിച്ചു കൊണ്ടുപോയാൽ മാഷാണ്. 3 പ്രേതങ്ങൾ ആവാഹിച്ചപ്പോൾ മാഷിക്ക് ഒരു സംശയം. മാഷ് ചോദിച്ചു, അടുത്ത വീട്ടിലെങ്ങാനും വല്ല പ്രേതം ഉണ്ടെങ്കിൽ ഞാനിത് ആവാഹിച്ച് കൊണ്ടുപോയാൽ അവിടെ ഇങ്ങോട്ട് വന്നാലോ? അപ്പൊ അയാൾ ശരിയാണ്, എന്നാ പിന്നെ അതിനെയും കൂടി അങ്ങനെ സംശയം. പഞ്ചായത്ത് മൊത്തം 422 പ്രേതങ്ങളെ 422 മൺകുടത്തിലേക്ക് ആവാഹിച്ച് തിരുനെല്ലിയിലേക്ക് കൊണ്ടുപോയ കഥ ശരിക്കും നടന്ന കാര്യമാണ്. ആ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും നടന്ന അങ്ങനെ പോകുന്ന വഴിയില് നമ്മുടെ കൽപ്പറ്റി എത്തിയപ്പോ ഒന്ന് പൊട്ടി. ഏത് പ്രേതാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? കാരണം എന്താ വെച്ചാൽ ഇതിന് ഇനീഷ്യൽ ഇല്ല. മരിക്കുന്നത് വരെ ഇനീഷ്യൽ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനീഷ്യൽ ഇല്ല, ജനന തീയതി ഇല്ല, ഫോട്ടോ ഇല്ല. എന്ത് ചെയ്യുന്നതാ? അങ്ങനെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക. എന്താണ് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, ദിവസവും സന്ധ്യാവന്ദനം 2 നേരം ചെയ്യുക, അഗ്നിഹോത്രം 2 നേരം ചെയ്യുക, പിതൃയജ്ഞം ചെയ്യുക, ജീവനോടെ ഇരിക്കുന്ന അച്ഛനമ്മമാരെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുക, അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക, മരുന്ന് കൊടുക്കുക, വേണ്ടതെല്ലാം ചെയ്യുക. പിന്നെ നല്ല കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടി ഗർഭാധാനം ചെയ്യുക, പുംസവനം ചെയ്യുക, ശ്രീമന്തോന്നനം ചെയ്യുക. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താ അപ്പൊ തടസ്സം? കോഴിയെ കൊടുക്കണം, രണ്ടാമത് എന്ത് കൊടുക്കണം? കുപ്പി കൊടുക്കണം. കൊടുത്തോളൂ. ഇതെല്ലാം കൊടുത്ത് നാളെ ഒരു കുട്ടി ഉണ്ടാവുമ്പോ ഇവന്റെ കല്യാണം കഴിച്ചവൻ 30ാമത്തെ വയസ്സിലാണ് മദ്യപിച്ചതെങ്കിൽ കല്യാണം കഴിച്ചവന്റെ കുട്ടി പിറക്കുമ്പോൾ 5ാമത്തെ ആഴ്ച അവൻ പോയി കുടിച്ചിട്ട് വരും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇന്ന് നടക്കുന്ന കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇടയിൽ പൈസയുടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പൈസയുടെ പ്രശ്നം തീർക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, വളരെ എളുപ്പം. ആ ചിക്കൻ കൊടുക്കുന്നത് നിർത്തുക, വെള്ളടി നിർത്തുക. പ്രതിമാസം പ്രതിവർഷം ഏറ്റവും ചുരുങ്ങിയത് ഒരു വീട്ടിലേക്ക്
1,00,000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. ഇല്ല എന്ന് പറയുന്നു. ഞാൻ എല്ലാ ആളുകളുടെയും വീട്ടിൽ പോയി പഠിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ അടുത്ത ക്ലാസ് അടുത്ത ഞായറാഴ്ചയാണ്. ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, അതൊരു പറഞ്ഞ് നിർത്താം, നിങ്ങൾ പോകാൻ തിരക്കുണ്ടാവും. ഇവിടെ രാവിലെ എത്ര മണിക്കാണ് നമ്മളെ ക്ലാസ് നിശ്ചയിച്ചിരിക്കുന്നത്? 7:30 7:30 മുതൽ 8:30 വരെ. എത്ര വരെ? 7:30 മുതൽ 8:30 വരെയുള്ള സമയത്തിന് 7:35, 7:40, 7:45, 7:55, 60 ആക്കണം. 7:30 means 7:29. 7:30 means 7:29. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ വേണ്ടാത്തൊക്കെ വാശി പിടിക്കുന്നു നമുക്ക് ചോദിക്കും. നിങ്ങൾ ഇങ്ങനെ ഇവിടെ വരാൻ തുടങ്ങി കഴിഞ്ഞാല് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റം വരാം. ജീവിതത്തിൽ ഈ കൃത്യനിഷ്ഠ പതുക്കെ വരാൻ തുടങ്ങും. പല കാര്യങ്ങളിലും കൃത്യനിഷ്ഠ വരും. 1. 2, കസേര ഇവിടെ ഉണ്ടാവില്ല, നിലത്തായി ഇരിക്കും. അപ്പൊ ആള് ചോദിക്കും, ഇത്രയും കസേര ഇവിടെ ഉണ്ടായില്ലോ? വളരെ കറക്റ്റാണ്. എന്താ പ്രശ്നം എന്നറിയോ? ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഏകാഗ്രത കിട്ടാത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികൾക്ക് ഏകാഗ്രത കിട്ടാത്തത് എന്താണെന്ന് അറിയണം. എളുപ്പ വഴി ആ കുട്ടിന്റെ അടുത്തൊന്ന് പോയി നിന്ന് നോക്കിയാൽ ഞാൻ പറഞ്ഞുതരാം. എന്നാലും പോയി കാണാം. പഠിക്കുകയാണെങ്കിൽ വലിയ ഏകാഗ്രതയും കിട്ടും. പിന്നെ അടുത്തത് ഏകാഗ്രത ഉണ്ടാവോ? അപ്പൊ ശരീരത്തിന്, സ്വന്തം ശരീരത്തിലെ കൈയും കാലും നിയന്ത്രിക്കാൻ കഴിയാത്തവന് മനസ്സെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറയാം, ഒരാളോട് 10 മിനിറ്റ്, ഞാൻ എത്രയോ സ്ഥലത്ത് ഡോക്ടർമാരെയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഡോക്ടർമാരെ മേശപ്പുറത്ത് ഒരു 10 പേപ്പർ ഉണ്ടാവും. ആ 10 പേപ്പർ 3 പേപ്പർ ഉണ്ടാവില്ല. ആ പേപ്പറുകളൊക്കെ പലതവണ വായിച്ച കഴിയാം. എന്നാൽ ഇപ്പൊ ഒരാൾ വന്നാൽ അതുകൊണ്ട് പിന്നെ എത്രയോ പ്രാവശ്യം അയച്ചു വെക്കലാ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പേരെന്താ? എവിടെ വരുന്നു? ശരി, ഡോക്ടർ ഫീസ് എത്രയാ? ഇയാൾ കഴിഞ്ഞ പ്രാവശ്യം പോയി വന്നാളാ, ഇയാൾക്കൊക്കെ അറിയാം. എന്നാലും ചോദിക്കും. അപ്പൊ എന്താ വെച്ചാല് ഒരു സ്ഥലത്തും ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പൊ ഏറ്റവും രസകരമായ കാര്യം, ഏറ്റവും താല്പര്യമുള്ള വിഷയം എന്താ? TV കാണലല്ലേ, അല്ലേ? ഏതെങ്കിലും ഒരാള് 1 മണിക്കൂർ TV കാണാറുണ്ടോ? ടിവിയിൽ ഒരു ചാനൽ TV കാണാറുണ്ടോ? ഒരു ചാനൽ കാണാറുണ്ടോ? പറ. അത് മാറ്റി അടുത്ത ചാനൽ, അതിന്റെ അടുത്ത ചാനൽ, അതിന്റെ അടുത്ത ചാനൽ, അതിന്റെ അടുത്ത ചാനൽ, അടുത്ത ചാനൽ, അടുത്ത ചാനൽ. ഏകാഗ്രത എന്ന് പറയുന്ന വസ്തുവില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ഒരു കൊല്ലം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും, ഞങ്ങൾക്ക് കുറച്ച് ഓർമ്മശക്തി തിരിച്ചു കിട്ടി. അതിന് കാരണം എന്റെ പ്രത്യേക അത്ഭുത വിദ്യയൊന്നുമല്ല. ഇവിടെ നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ് കാര്യം. 1 മണിക്കൂർ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോ ശരീരത്തിന് ഒരു സ്വസ്ഥതയായി എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ പഠിക്കണം. 19 വയസ്സുമായി, ഇനിയൊരു ചാൻസ് കിട്ടുമെന്നും അറിയില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ ആളുകൾ അറിയണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആള് വന്ന് പറയാണ്, നിജമായ കാര്യം, നിശ്ചിതമായ കാര്യമാണെങ്കിൽ ഒരു കസേര കൊടുക്കും എന്ന് വിചാരിച്ചു. ഞങ്ങൾക്കൊക്കെ കസേര വേണം പറഞ്ഞ ആളെ വരരുത്. കസേര കിട്ടിയാലുള്ള ദോഷം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അപ്പൊ നേരത്തെ തന്നെ ഇരിക്കുക. പിന്നെ ഇപ്പൊ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, പാൻറ് ഇട്ട് തരാവോ? ദയവ് നിങ്ങൾ പാൻറ് ഒന്നിട്ട് വരാനിരിക്കുക. കാരണം ഇതൊക്കെ തന്നെയാണ് നിങ്ങളെ പ്രശ്നം. ഇപ്പൊ ഞാനൊരു കാര്യം കേട്ടെ, നമ്മൾ വീട്ടിൽ പോയാൽ ആദ്യം ചെയ്യുന്ന പണി എന്തായിരിക്കും? പാൻറ് ഇട്ട് നടക്കുകയാണോ അതോ അതെടുത്ത് ഊരിയൊരു സ്ഥലത്ത് വെക്കും? എന്താ ചെയ്യാ? സത്യത്തിൽ നമുക്ക് സുഖമുള്ള ഏർപ്പാടല്ല ഈ പാൻറ്റുകൾ. വളരെ എളുപ്പത്തിൽ ഷൂ ഇടുക. ഷൂസ്, സോക്സ്, സാധനങ്ങളൊക്കെ ഇവിടെ ഓരോരുത്തർ വരലുണ്ട് എന്നെ കാണാൻ. ഞാൻ സഹിക്കുന്ന സഹിപ്പ് എനിക്ക് അറിയും. കാരണം എന്താ വെച്ചാല് ഈ സോക്സ് എന്നുള്ള വാസന ഇവനിത് നിത്യ സമ്മാനമായി കഴിഞ്ഞു. നമുക്കിത് ഒരു തരത്തിലും കോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ശ്വാസം വിടാണ്ടിരിക്കാൻ പറ്റും. ശ്വാസം വിടാണ്ടിരിക്കാനും പറ്റില്ല. ശ്വാസം വിട്ടുകൾ വേണം. ഇവന്റെ സോക്സ് കൊണ്ട് നിർത്തിയുമില്ല. അവസാനം ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ ഏറ്റവും അടുത്ത ശത്രു അരുൺ പ്രഭാകരൻ. ഞാൻ വേഗം പറയും, ഇതൊക്കെ നോക്കുന്നയാൾ അരുൺ പ്രഭാകരൻ. അങ്ങനെ അരുൺ പ്രഭാകരന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ എങ്ങനെ കേൾപ്പിക്കുക. അപ്പൊ അരുൺ പ്രഭാകരന്റെ അടുത്ത് നിർത്തിയില്ല. എന്നാലും ആചാര്യൻ ഇന്നമായ ഒരു പണി ഇങ്ങോട്ട് ചെയ്യും.
അപ്പൊ ഇവൻ വീട്ടിൽ പോയാൽ എന്താ ചെയ്യാ? ഊരി എറിയാണ് ആദ്യത്തെ പണി. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കംഫർട്ടബിൾ അറ്റ് ഓൾ. അത്ര സുഖമുള്ള ഒരു സാധനമല്ല സുഖം. മനുഷ്യൻ എന്താ വേണ്ടത്? സുഖമാണ് വേണ്ടത്. സുഖത്തിന് വേണ്ടിയാ മനുഷ്യൻ ജീവിക്കുന്നത്, ആനന്ദത്തിന് വേണ്ടിയാ. എന്നാൽ അവനവനെ പീഡിപ്പിച്ചുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. അവനവനെ പീഡിപ്പിക്കാം, വേറെ നല്ല പീഡിപ്പിക്കണം, അവനവനെ തന്നെ. അതായത് ഇപ്പോൾ ആൺകുട്ടികൾ ഞാൻ കണ്ടിട്ടില്ലേ, അതായത് ടൈറ്റ് പാൻസ് ഇവിടെ കീറിയിട്ടൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ, അതൊക്കെ ഉണ്ടെങ്കിലേ ഒരു പറഞ്ഞ എഡ്യൂക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ല. അത് അപ്പോഴത്തെ സ്ഥിതി. അത് നമ്മളൊക്കെ ചോദിക്കും, ഇത് എന്തിനാ മോനെ ഇതിട്ട് നടക്കുന്നത്? ഞങ്ങൾക്ക് അറിയില്ല, അതൊക്കെ ഇട്ട് നടന്നാല് പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഈ വയസ്സായ അത് സത്യമാണ്. കാരണം എന്താ അറിയോ, എന്നോടൊരു പോലീസ് ഓഫീസർ പറഞ്ഞ കഥ ഞാൻ പറയാം, അതുവരെ പറഞ്ഞ് തീർക്കുക. അതായത് ഒരു ബാർബർ ഷോപ്പ്, അവിടെ ഈ പോലീസ് ഓഫീസർ പോയാൽ വളരെ സ്നേഹത്തോടെ ഇവരെല്ലാം ചെയ്തു. അങ്ങനെ ആ നാട്ടില് വലിയൊരു പ്രശ്നം വെച്ചാൽ ഭയങ്കര അപകടങ്ങൾ. അവസാനം പോലീസ് ഓഫീസർ തീരുമാനമെടുത്തു, ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എന്തിടണം? ഹെൽമെറ്റ് ഇടണം മുമ്പാ. ആ തീരുമാനമെടുത്ത് ഒരു മാസം കഴിഞ്ഞ് ഇയാൾ വീണ്ടും ബാർബർ ഷോപ്പ് പോയി. ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല. എന്ത് നിങ്ങൾ ഞങ്ങളെ കഞ്ഞിമുടിയല്ലേ ഒട്ടിച്ച് നോക്കുമ്പോ എന്താ ഈ പറയുന്ന ചെക്കന്മാരൊക്കെ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് ഈ ബൈക്കിൽ ഇങ്ങനെ പോവാ. അപ്പൊ എന്തായി? അതിനാളില്ല, കാരണം ഹെൽമെറ്റ് വെച്ചാൽ പിന്നെ ഇതായി കാണാനോ. അപ്പൊ അത് പോയി. അപ്പൊ ഈ പറയുന്ന രൂപഭാവങ്ങളൊക്കെ പോയി. ഇനി അടുത്തത് എന്താ അറിയോ, അവിടെ ഉണ്ടായിരുന്ന കോളേജുകളിലെ പൂവാല ശല്യം പൂർണ്ണമായും ഭേദമായി കിട്ടി. ഹെൽമെറ്റ് പോയിരുന്നെന്താ ആര് കാണാൻ? നോക്കൂ, ഒരു നാട്ടിലുണ്ടാകുന്ന മൊത്തം മാറ്റങ്ങളുണ്ടോ? നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായതാ, പക്ഷെ അതിന് ഫലം ഇയാൾ അനുഭവിക്കുന്നത്. കാരണം എന്താ? ഈ ബാർബർ ഷോപ്പുകാരൻ പറയാ, മുമ്പ് ഞാൻ കാറിലാ പോയത്, പെട്രോൾ ഒഴിക്കാൻ വരെ ഇപ്പൊ എനിക്ക് പൈസ ഇല്ല, നിങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ ബാർബർ ഷോപ്പിൽ. നോക്കൂ, അപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ്, വളരെ കൂടുതലൊന്നും പരത്തി പറയാനില്ല. നിങ്ങൾ കൃത്യനിഷ്ഠമായി 7:30 മണിക്ക് ഇവിടെ എത്താം. പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് പറഞ്ഞു തരിക എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. മലയാള അക്ഷരം അറിഞ്ഞാൽ നന്ന്. ഇനി ഇംഗ്ലീഷ് അറിയുന്നുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും, അവർക്ക് ട്രാൻസ്ലിറ്ററേഷൻ തരും. പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടിയാണ് പല ക്ലാസ്സുകളും എടുക്കുക. വലിയ വലിയ പണ്ഡിതന്മാരും സന്യാസികളും ഇവിടെ വന്ന് ക്ലാസ്സുകൾ എടുക്കും. CD ലഭ്യമാണ്. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുസ്തകങ്ങൾ ഇവിടെ ആവോളമുണ്ട്, എടുത്ത് പഠിക്കാം. എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നതോടൊപ്പം കൃത്യനിഷ്ഠ, സമയനിഷ്ഠ എന്നീ കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നവരാണ്. അപ്പൊ നാളെ ഞങ്ങൾ വന്നിട്ട് പറയാണ്, ഞാൻ 8 മണിയായിട്ടാ വരുന്നത് എന്ന് വന്നിട്ട് വരുമ്പോ നിങ്ങൾ വീട് എവിടെയാ? നടക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ഇരിക്കുന്നവരിൽ പലരും കൊല്ലത്ത് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ കോട്ടയത്ത് നിന്നോ വരുന്നവരുണ്ട്. അന്ന് വളരെ ദൂരെ ബദിയൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആളുകൾ വരുന്നവരുണ്ട്. അത് ദൂരെ എന്ന് പറഞ്ഞാൽ വളരെ അവിടുന്ന് ബസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവര് പോലും 7:30 മണിക്ക് ഇവിടെ എത്തും കൃത്യമായിട്ട്. അതുകൊണ്ട് നിങ്ങളും ആ കൃത്യനിഷ്ഠ പാലിക്കാൻ ശ്രമിക്കുക എന്നല്ല, പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ പുറത്ത് നിൽക്കേണ്ടി വരും. അപ്പോ ഞങ്ങളോട് ബഹുമാനിച്ചില്ലാന്നോ ഞങ്ങളോട് സ്നേഹം കാണിച്ചില്ലാന്നോ ഒന്നും പറയും. എന്നാൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്നോട് വേണ്ടത്ര ബഹുമാനം കാണിച്ചില്ല. നോക്കൂ, ഇവിടെ ബഹുമാനിക്കുന്ന വഴിയില്ല. ഇവിടെ നിങ്ങൾ എല്ലാവരും വേദം പഠിക്കാൻ വരികയാണ്. നിങ്ങൾക്ക് വേദം പഠിപ്പിക്കലും നിങ്ങളെ കൊണ്ട് വ്യക്തിഗതമായി കൂടെ ഇരുന്ന് പഠിപ്പിക്കും. ഉച്ചാരണമൊക്കെ ശരിയാക്കിയിട്ടേ ഉള്ളൂ. ഒന്നും കാണാണ്ട് പഠിക്കണം. ഒന്നും നോ ബൈ ഹാർട്ട്, ഒന്നും കാണാണ്ട് പഠിക്കണം. വളരെ ഈസിയാണ്. ദിവസവും ചെയ്താൽ മതി. ദിവസവും ചെയ്താൽ മാത്രം മതി. ഒന്നും കാണാണ്ട് പഠിക്കരുത്. കാണാണ്ട് പഠിക്കാൻ തന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും കാണാണ്ട് പഠിച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ, കാണാണ്ട് പഠിക്കാൻ പോകുമ്പോൾ ആകെ പ്രശ്നമാവും, മനസ്സ് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇങ്ങനെയാക്കി അതെല്ലാം കൂടി ആകെ പോകും. അവിടെ ഒന്നും ബൈഹാർട്ട് പഠിക്കണ്ട. ഞങ്ങൾ ഇവിടെ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും. പഠിപ്പിക്കുന്ന ഒരു രീതിയും കൂടെ അതനുസരിച്ച് എന്നെ പഠിപ്പിക്കും. യാതൊരു പ്രയാസവും വേണ്ട. എനിക്ക് ഇംഗ്ലീഷേ അറിയൂ എന്ന് പറയുന്ന ആളുകൾക്ക്, വരുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലിറ്ററേഷനിൽ മന്ത്രങ്ങൾ കൊടുക്കും. ഇവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ അറിയാലോ. ഭാഗ്യസൂക്തം പഠിപ്പിക്കും, അതേപോലെ തന്നെ സന്ധ്യാവന്ദനം പഠിപ്പിക്കും, ഭോജന മന്ത്രം പഠിപ്പിക്കും,
ശിവസങ്കല്പ സൂക്തം പഠിപ്പിക്കും, അഗ്നിഹോത്രം പഠിപ്പിക്കും, ചതുർവേദങ്ങളിലെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം എന്നിവയിലെ മന്ത്രങ്ങൾ പഠിപ്പിക്കും, ഭൂമി സൂക്തം പഠിപ്പിക്കും, അതേപോലെ തന്നെ അഥർവത്തിലെ കുറച്ച് മന്ത്രങ്ങൾ പഠിപ്പിക്കും. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഭംഗിയായി പഠിച്ച ശേഷം ജീവിതത്തിൽ വിജയം വരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ ജീവിതത്തിൽ വിജയം വരിച്ചവരാണ് ഇപ്പോൾ കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടുപോകുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാശ്യപ കുടുംബം ഞങ്ങൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ബന്ധുവാണ്, ഞങ്ങളുടെ കുടുംബമാണ്. ആ കുടുംബമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പൊ ഇവിടെ പലരും വന്ന് പറയാറുണ്ട് ഞാൻ ആശുപത്രിയിലാണ്. അപ്പൊ ആശുപത്രിയിലാണെങ്കിൽ ഇവിടുന്ന് ആൾ പോകും, കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, എന്താ വേണ്ടത് ചെയ്തു കൊടുക്കും. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരു കുടുംബ സങ്കല്പത്തിലാണ്. അപ്പൊ ആ സങ്കല്പം നമുക്ക് ശക്തിപ്പെടുത്തുന്നതിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഈ 4 ആളിന്റെ പഴയ ആദ്യകാല ശിഷ്യന്മാരാണ്. നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഞങ്ങൾ വന്നു, ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങളിപ്പോ അത് അനുഭൂതിയിൽ ഉൾക്കൊള്ളുകയാണ്. അപ്പൊ ഇവിടെ ആര് വരുന്നോ അവർക്ക് അത് അനുഭവിക്കാനുള്ള സാഹചര്യമാണ് ലഭ്യമാവുന്നത്. ഏതായാലും എല്ലാവരെയും പഠിക്കുന്നതിന് വേണ്ടി പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം. നമസ്തേ, നമസ്തേ, നമസ്തേ. പ്രത്യേക ഗൗരവം വേണ്ടി ഇപ്പൊ തന്നെ ചെയ്യാവുന്നതാണ്. ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാനുണ്ട്. പൗരാണിക ഭാരതത്തിന്റെ അടിത്തറയായിരുന്ന വൈദിക ഗുരുകുലം ആചാര്യന്റെ നേതൃത്വത്തിൽ ഒറ്റത്തെങ്ങിലുള്ള ആശ്രമ സ്ഥലത്ത് ആരംഭിക്കാൻ പോവാണ്. അതിന്റെ ശിലാന്യാസം കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമ്മുടെ ഭാരതത്തിന്റെ 68ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ ആചാര്യന്റെ 2500 ശിഷ്യന്മാർ ഒരേ വേദിയിൽ അഗ്നിഹോത്രം ചെയ്താണ് നിർവഹിച്ചത്.